കേരളത്തിന്റെ രാഷ്ട്രീയ ചായ്വറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഏതാണ്ട് മൂന്നാം പക്കം കേരളം ബൂത്തിലേക്ക് നീങ്ങുകയാണ്. ശ്രീലാൽ, തീർച്ചയായും ഇന്നത്തെ ഏറ്റവും പുതിയ വിവരം അനുസരിച്ചാണ് എങ്കിൽ ഇപ്പോൾ മൊത്തം ആകെയുള്ള വോട്ടർമാർ 2,61,00,000 എന്നുള്ളതാണ്. ഇതിൽ 2,80,000 വോട്ടർമാർ പുതിയ വോട്ടർമാരാണ്. ഇവർ ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്നു. ഇവർ എങ്ങനെ പ്രതികരിക്കും? ഇവർ ആർക്കൊപ്പം നിൽക്കും? ഇവർ രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുമോ അതോ ഇവർ വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുമോ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത്തവണത്തെ സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും പ്രധാനപ്പെട്ടതാക്കുന്നത്. പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ, പ്രചാരണ രംഗത്ത് മാറിമറിഞ്ഞ വിഷയങ്ങൾ, ശക്തമായ അടിയൊഴുക്കുകൾ. കേരളത്തിന്റെ രാഷ്ട്രീയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പം നിൽക്കുമെന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. മണ്ഡലം തിരിച്ചുള്ള പ്രധാനപ്പെട്ട സൂക്ഷ്മമായ പരിശോധനയാണ് ഇന്നലെ മുതൽ ആരംഭിച്ചത് കേരളം ബൂത്തിലേക്ക് എന്ന പരിപാടിയിലൂടെ. ഇന്ന് അവശേഷിക്കുന്ന 10 ലോക്സഭാ മണ്ഡലങ്ങളുടെ മേഖലകളിലൂടെ, ഘടകങ്ങളിലൂടെ പരിശോധിക്കുന്ന പരിപാടി ആരംഭിക്കുകയാണ് കേരളം ബൂത്തിലേക്ക്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളും പ്രത്യേകമായി പരിശോധിക്കുകയാണ്. അവിടുത്തെ ഘടകങ്ങൾ, അവിടുത്തെ സ്ഥാനാർത്ഥികൾ, മുൻപ് ജയിച്ചവർ, ഇതെല്ലാം. ശ്രീലാൽ, ഇന്നപ്പോൾ നമ്മൾ ആരംഭിക്കുന്നത്, നമുക്ക് ഇന്ന് ആലത്തൂർ തുടങ്ങാം. CPM-ന്റെ ഉറച്ച കോട്ട. ഇത്തവണ രമ്യ ഹരിദാസ് എന്ത് സംഭവിക്കും? അവിടെ രമ്യ ഹരിദാസ് തിരിച്ചു കൊണ്ടുവരുമോ മണ്ഡലം, പിടിക്കുമോ മണ്ഡലം, അതോ ബിജു തന്നെ ആകുമോ? അതിലേക്ക് നമുക്ക് കിടക്കാം. ഏതായാലും ആലത്തൂർ ഇത്തവണ ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ ഇടതു കോട്ടയാണ് എന്ന് കരുതി എല്ലാവരും മാറ്റിവെച്ച മണ്ഡലം. പ്രചരണ രംഗത്ത് ഒരുപാട് വിഷയങ്ങൾ. രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥിത്വം ഒരുപാട് ചർച്ചയായി. UDF-ഉം ഒരു അട്ടിമറി. രമ്യ ഹരിദാസ് വന്നതിന് ശേഷം വലിയൊരു മാറ്റം അവിടെ UDF-ന്റെ പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷേ ആ ഇമ്പാക്റ്റ് വോട്ടായി മാറുമോ? CPM-ന്റെ ഉറച്ച കോട്ടയിൽ നിന്നും ആ വോട്ട് കൊണ്ട് മാത്രം രമ്യ ഹരിദാസ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു മുന്നേറ്റം കൊണ്ട് മാത്രം പിടിച്ചെടുക്കാനാകും. അതാണ് നമുക്ക്. രമ്യ പാട്ടുപാടിയാണോ വോട്ട് ചോദിക്കേണ്ടത് എന്ന ചോദ്യങ്ങൾ ഉയർന്നു. LDF കൺവീനറുടെ വിവാദ പരാമർശങ്ങൾ വന്നു. അതുയർത്തിയ അലയൊലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ആ നിലയിലാണ് ആലത്തൂരിൻ്റെ ഇത്തവണത്തെ ജനവിധിയെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2014 ആരാണ് എന്നതാണ് സംശയമൊന്നുമില്ല. നമ്മൾ ഇതിനോടകം പരിചിതമായി കഴിഞ്ഞു. PK ബിജു. തീർച്ചയായും PK ബിജു ആണ് ഇത്തവണയും അവിടെ മത്സരിക്കുന്നത്. ബിജുവിന്റെ ഭൂരിപക്ഷം ശ്രീലാൽ നോക്കും. ഈ ഭൂരിപക്ഷം, അതായത് 37,312, ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ 7 മണ്ഡലങ്ങളിലും, അതായത് ആലത്തൂരിലെ 7 മണ്ഡലങ്ങളിലും ലീഡ് നിലനിർത്തിയാണ് ഇത്ര വലിയൊരു ഭൂരിപക്ഷം നേടിയെടുത്തതെന്നുള്ള കാര്യം മറക്കരുത്. ഇതിനു മുമ്പും അത് തന്നെയായിരുന്നു സ്ഥിതി. അതുകൊണ്ടാണ് നമ്മൾ ആലത്തൂർ ഇടത് ഉറച്ച കോട്ടയെന്ന് ഇപ്പോഴും പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇത്തവണത്തെ സ്ഥാനാർത്ഥികളിലേക്ക് പോയാൽ, PK ബിജു നിലവിലെ MP വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം, അതോടൊപ്പം തന്നെ BJP-യുടെ സാന്നിധ്യം, TV ബാബുവിൻ്റെ സാന്നിധ്യം. BJP ഇവിടെ കാര്യമായി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. NDA-യുടെ സ്ഥാനാർത്ഥി ഈ 2 മണ്ഡലങ്ങൾ, അതായത് 2 പിന്നാക്ക മണ്ഡലങ്ങളിലും 2 സംവരണ മണ്ഡലങ്ങളും BDJS ചോദിച്ചു വാങ്ങുകയായിരുന്നു. അതിലൊന്ന് ഇപ്പോൾ ആലത്തൂരിൽ TV ബാബു എത്തി നിൽക്കുന്നു. അതായത് ബാബു എന്താകും TV ബാബു? വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ശ്രീലാൽ. ഒന്ന്, പരമ്പരാഗതമായ ഇടതുകോട്ട എന്ന നിലയിൽ ഏതു വലിയ കൊടുങ്കാറ്റിലും ഇടതുപക്ഷത്തെ കൈയൊഴിയാത്ത ആലത്തൂർ അങ്ങനെ തന്നെ തുടരുമോ? ബിജു MP ആയി തുടരും എന്ന വ്യക്തിപരമായൊരു വെല്ലുവിളി, അതിനെയൊക്കെ ആ നിലയിൽ ഒപ്പം കൂട്ടി നിർത്താൻ ആലത്തൂരിലൂടെ ഇത്തവണയും ഇടതു മുന്നണിക്ക് CPM-ന് വിശേഷിച്ച് കഴിയുമോ എന്ന ചോദ്യം. മറുഭാഗത്ത് ബിജുവിന് തുടക്കം മുതൽക്ക് തന്നെ ബിജു മണ്ഡലത്തിൽ ബിജു പാർലമെന്റിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുവെങ്കിലും മണ്ഡലത്തിൽ തുടക്കത്തിൽ ചെറിയ ചില പ്രതിസന്ധികൾ ബിജു നേരിട്ടിരുന്നു. അത് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അതുപോലെ തന്നെ പാലക്കാട് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ രമ്യ ഹരിദാസും UDF-ഉം അവിടെ പ്രചരണ വിഷയമാക്കിയത്. പാർട്ടിയിലുണ്ടായിട്ടുള്ള ചില പ്രതിസന്ധികൾ ഇത് അങ്ങോട്ട് മാറുമോ? അതായത് ഇത് ആലത്തൂരിലേക്കും വ്യാപിക്കുമോ തുടങ്ങിയ വലിയ ചോദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് മറുപടി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ NDA-യുടെ വോട്ട് വിഹിതം BDJS-ന്റെ സ്ഥാനാർത്ഥിയിലൂടെ വർദ്ധിപ്പിക്കാനാകുമോ എന്നാണ് TV ബാബുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഇതാണ് 3 സ്ഥാനാർത്ഥികൾ. ഏതാണ്ട് മൂന്നാം പക്കം കേരളം ബൂത്തിലേക്ക് പോകുമ്പോൾ ആലത്തൂരിനെ പ്രതിനിധീകരിക്കാൻ ആരാകും എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം ഇവരിലൂടെ കണ്ടെത്താം. ഇനി വളരെ പ്രധാനപ്പെട്ട ഈ പരിപാടിയിൽ ഏറ്റവും സൂക്ഷ്മമായി വിലയിരുത്തുന്നത് X ഫാക്ടറാണ്. X ഫാക്ടർ ശക്തമായ ഇടതടത്തറ. നമ്മൾ നേരത്തെ ഒഴിവാക്കിയ X ഫാക്ടർ ഇല്ല ആലത്തൂരിന്. അതിശക്തമായി. അതോടൊപ്പം തന്നെ ബിജുവിനോടുള്ള വിയോജിപ്പ്, ഇത് എങ്ങനെ പ്രതിഫലിക്കും ഈ തെരഞ്ഞെടുപ്പ്? എനിക്കൊന്ന് ശ്രീലാൽ, ബിജുവിനോടുള്ള വിയോജിപ്പ് എന്ന് പറയുമ്പോൾ രമ്യ ഹരിദാസ് എന്ന പുതുമുഖ സ്ഥാനാർത്ഥിയുടെ അത് അനുകൂലമാകുമോ? അത് എന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ BJP വോട്ടുകൾ. ഈ 3 നമ്മൾ കണ്ടെടുത്തോളം ഈ ആലത്തൂർ മണ്ഡലത്തിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള X ഫാക്ടേഴ്സ്.
ഈ ഘടകങ്ങളിൽ നിന്നുകൊണ്ട് ഇതിനപ്പുറത്തേക്കും ഒരുപാട് ഘടകങ്ങൾ, ശക്തമായ അടിയൊഴുക്കുകൾ, കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ആലത്തൂരിന് കേരളത്തിൽ ഏത് മണ്ഡലത്തിലും ദേശീയ വിഷയങ്ങൾ പോലും ബാധിക്കും. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ നമുക്ക് ഉള്ളത്. നമ്മൾ കാണുന്ന രാഷ്ട്രീയം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദേശീയ വിഷയങ്ങൾ പോലും ഇപ്പം നരേന്ദ്രമോദിയുടെ പ്രചാരണം, നരേന്ദ്രമോദി കേരളത്തിൽ വന്നു പോയത്, അമിത്ഷാ ഇന്നിപ്പോൾ കേരളത്തിൽ മടങ്ങുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സ്വാധീനിക്കുമെങ്കിലും നമ്മൾ കാണുന്ന ഈ 3 ഘടകങ്ങളാണ് എക്സ് ഫാക്ടറായിട്ട് വരാൻ സാധ്യത. നിശ്ചയമായും രാജീവ് ദേവരാജു കൂടി ചേരുകയാണ്. രാജീവ്, ഈ എക്സ് ഫാക്ടറിനപ്പുറം എല്ലാ മണ്ഡലങ്ങളെയും പൊതുവായി ബാധിക്കുന്ന ഒന്നാണ്, കേരളം എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് ഈ പോളിംഗ് ശതമാനം എന്നത്. ആലത്തൂരിൻ്റെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നതെങ്കിലും പോളിംഗ് കൂടിയാൽ ഒരു മുന്നണിക്ക് സ്വീകാര്യത, സാധ്യത, സാധാരണ പോളിംഗ് കൂടിയാൽ, പോളിംഗ് കുറഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന് വലിയ ചില ശീലങ്ങളാണ്. എന്താണ് അതിലുള്ള സത്യം? എന്താണ് അതെങ്ങനെയാണ്? പോളിംഗ് ശതമാനം സംബന്ധിച്ച് പലതരത്തിലുള്ള ധാരണകൾ കേരളീയ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് LDFന് ഗുണകരമാകും, പോളിംഗ് ശതമാനം കൂടിയാൽ അത് UDFന് മെച്ചമാകും. ഇങ്ങനെ പലതരത്തിലുള്ള ധാരണകൾ ഉണ്ടായിരുന്നു. പക്ഷേ 2014 തെരഞ്ഞെടുപ്പ് പോളിംഗ് പെർസെൻറ്റേജ് വെച്ച് നമുക്കിതിനെ ഒന്ന് വിശകലനം ചെയ്താൽ അത് എന്ത് തരത്തിലുള്ള വിവരങ്ങളാണ് നൽകുക എന്നുള്ളത്, കൃത്യം കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് തരത്തിലുള്ള വിവരങ്ങളാണ് നൽകുക എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ്. 2014 ഓർക്കണം, 74.2 ആയിരുന്നു അന്ന് കേരളത്തിലെ പോളിംഗ് ശതമാനം. ഇതാണ് മൊത്തം മണ്ഡലങ്ങൾ. ഇതിൽ തന്നെ അതിൽ 74.2, 75% മുകളിൽ പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടായ മണ്ഡലങ്ങൾ ഏതാണ് എന്ന് നോക്കാം. ഒന്ന് കാസർഗോഡ്, മറ്റൊന്ന് കണ്ണൂർ, അത് കഴിഞ്ഞാൽ വടകര, കോഴിക്കോട്, ഇവിടെ ആലത്തൂർ, പാലക്കാട്, പിന്നെ വന്നു കഴിഞ്ഞാൽ ചാലക്കുടി മണ്ഡലവും ആലപ്പുഴയും. തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ ആലപ്പുഴ കഴിഞ്ഞാൽ മറ്റൊരു മണ്ഡലത്തിലും 75% മുകളിൽ പോളിംഗ് പെർസെൻറ്റേജ് രേഖപ്പെടുത്തിയിട്ടില്ല. 75% മുകളിൽ പോളിംഗ് പെർസെൻറ്റേജ് രേഖപ്പെടുത്തിയ മണ്ഡലങ്ങൾ കൂടുതലും വടക്കൻ കേരളത്തിലാണ്. അതിൽ തന്നെ ഉത്തര കേരളത്തിൽ കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും വടകരയും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ തന്നെ 81.33% രേഖപ്പെടുത്തിയത് കണ്ണൂർ മണ്ഡലത്തിലാണ്. കണ്ണൂർ മണ്ഡലത്തിലാണ് കഴിഞ്ഞ തവണ ഏറ്റവും വലിയ പോളിംഗ് പെർസെൻറ്റേജ് രേഖപ്പെടുത്തിയത്. 81.33% കണ്ണൂരിലേത്. കുറവ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ടയിലാണ്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കുറവ് 66.02% പത്തനംതിട്ടയിൽ രേഖപ്പെടുത്തിയത്. ഇതിൽ തന്നെ ഒരു കാര്യം പരിശോധിച്ചാൽ 75% മുകളിൽ പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടായ മണ്ഡലങ്ങളിലെ ഫലം നോക്കുമ്പോൾ നാലിടത്ത് LDF, അതുപോലെ തന്നെ ചാലക്കുടിയും ചേർത്താൽ 5 UDF ജയിക്കുകയും 3 മാത്രമാണ് 5 LDFും 3 മാത്രം UDFും ജയിച്ചു. അതായത് പോളിംഗ് പെർസെൻറ്റേജ് കൂടിയ മണ്ഡലങ്ങളിൽ 75%-ലധികം പോളിംഗ് ശതമാനം ഉണ്ടായ മണ്ഡലങ്ങളിൽ LDFനാണ് നേട്ടമുണ്ടായത് എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെ ഫലം നമുക്ക് നൽകുന്ന വിവരം. രാജീവ്, അതായത് ഈ ശ്രീലാൽ, ഇത് നിലനിൽക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, അതിനോടുള്ള ഒരു പ്രതികരണം എന്നതിനപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും തരം ഒരു മാജിക് ഇതിൽ പ്രകടമായി കാണാനുണ്ടോ ഈ പോളിംഗ് പെർസെൻറ്റേജുമായി നോക്കിയാൽ? തീർച്ചയായും പോളിംഗ് പെർസെൻറ്റേജ് നേരത്തെ പറഞ്ഞ പോലെ രാജീവ് അതിനകത്ത് എന്താണ് രാജീവിന് അതിനകത്ത് പറയാം? ശരത്, പോളിംഗ് പെർസെൻറ്റേജ് കൂടുന്നത് സംബന്ധിച്ച് ഇതിനു മുൻപൊക്കെ 80% പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയാൽ അത് അസ്വാഭാവികമാണെന്ന് കാണുകയും അവിടെ കള്ളവോട്ട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക എന്നൊക്കെ ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരന്തര ശ്രമഫലമായി വോട്ടർ പട്ടികയിൽ നിന്നും മരിച്ചുപോയവർ, സ്ഥലം മാറിപ്പോയവർ എന്നുള്ളവരെ നീക്കുകയും വോട്ടർ പട്ടിക നിരന്തരമായി പുതുക്കുകയും ചെയ്തതിനു ശേഷം അങ്ങനെയാണ് പോളിംഗ് നിരക്ക് കൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കേരളത്തിൽ പോളിംഗ് പെർസെൻറ്റേജ് പലപ്പോഴും ഉയർന്ന നിരക്കിലാണ്. എന്നാൽ ചില മണ്ഡലങ്ങളിൽ, ഇപ്പോൾ പത്തനംതിട്ടയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ ഒരുപക്ഷെ ഈ NRI പോപ്പുലേഷൻ കൂടുതലുള്ളത് കൊണ്ടായിരിക്കണം ഇത്തരത്തിൽ ഒരു പോളിംഗ് പെർസെൻറ്റേജ് കുറയുന്നത്. വോട്ട് ചെയ്യാനായി എത്തുന്നവർ അധികമില്ല. ഒരുപക്ഷെ വിദേശത്തൊക്കെ ആയിരിക്കുന്നത് കൊണ്ടായിരിക്കണം പത്തനംതിട്ടയിൽ പോളിംഗ് പെർസെൻറ്റേജ് കുറയാനുള്ള ഒരു പ്രധാന കാരണമായി നമ്മൾ വിലയിരുത്തുന്നത്. ഏതായാലും പോളിംഗ് പെർസെൻറ്റേജ് കൂടിയ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ LDFനാണ് നേട്ടമുണ്ടായിട്ടുള്ളത്. 4 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഇന്നസെന്റ് അടക്കം ചാലക്കുടിയിലടക്കം 5 LDF ജയിക്കുകയും 3 മാത്രമാണ് UDFന് വിജയിക്കാൻ കഴിഞ്ഞത്. ഇതാണ് പോളിംഗ് സംബന്ധിച്ച ഒരു കണക്കിൽ നേരെ തിരിച്ചു പറയുന്നു. അതായത് തിരുവനന്തപുരത്ത് 75% പോലും എത്തിയില്ല എന്നുള്ള ഒരു വലിയ കഥ. കാരണം ഉദ്യോഗസ്ഥർ ആണ്, അവരെല്ലാവരും അവധി ആഘോഷിക്കാൻ പോകുന്നു എന്നുള്ളൊരു വലിയ ഒരു കണക്ക് കൂടി ഒരു പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ രാജീവ് നേരത്തെ സൂചിപ്പിച്ചത് ഇവിടെ മാത്രമാണ്, ഈ ആലപ്പുഴ മാത്രമാണ് 75% കടന്നത്. പോളിംഗ് കുറഞ്ഞാൽ ഇടതുമുന്നണിക്ക് നേട്ടം, പോളിംഗ് കൂടിയാൽ UDFന് നേട്ടം എന്നൊക്കെ പറയുന്ന പഴയ രീതിക്ക് തിരുവനന്തപുരത്ത് പോളിംഗ് കുറഞ്ഞിട്ടും UDFനാണ് കഴിഞ്ഞത്. റൈറ്റ്. അപ്പോൾ ഈ കണക്കുകൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളോടുള്ള വോട്ടർമാരുടെ വലിയ താല്പര്യത്തെയും
പ്രതികരിക്കാനുള്ള വലിയൊരു താല്പര്യത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാജിക് പ്രതീക്ഷിക്കേണ്ടതില്ല. നമുക്കേതായാലും ഈ പറഞ്ഞതുപോലെ ആലത്തൂർ വിട്ട് അടുത്ത മണ്ഡലത്തിലേക്ക് പോകാൻ നേരമാവുകയാണ്. ആലത്തൂർ കഴിഞ്ഞാൽ അടുത്തതായി പരിഗണിക്കുന്ന മണ്ഡലം കണ്ണൂർ. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന കണ്ണൂർ, വിവാദങ്ങളിൽ ഈ പ്രചരണകാലത്തും വിവാദത്തിന് ഒരു കുറവും ഉണ്ടാകാതിരുന്ന ഒരു മണ്ഡലം അല്ലേ? തീർച്ചയായും തുടക്കം മുതൽ കണ്ണൂരിൽ ഇത്തവണ വലിയ ചില ഘടകങ്ങൾ കണ്ണൂരിലുണ്ട്. ഈ ജയരാജൻ വടകര പോയതോടെ കണ്ണൂരിലും ആ അക്രമ രാഷ്ട്രീയം എന്നുള്ളത് വലിയൊരു ചർച്ചയായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുധാകരൻ തന്നെ മടങ്ങി വരുന്നു. കഴിഞ്ഞ തവണ സുധാകരൻ പരാജയപ്പെടുന്നതിന് വലിയ ഘടകമായി ചൂണ്ടിക്കാട്ടുന്നത് പാർട്ടിക്കുള്ളിൽ, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ സുധാകരനെതിരെ ഉണ്ടായിരുന്ന ഒരു വലിയ വികാരം, അല്ലെങ്കിൽ സുധാകരനെതിരെ പ്രവർത്തിച്ച ചില ഘടകങ്ങൾ, അതെല്ലാം ഒഴിവാക്കി അതെല്ലാം മാറ്റിവെച്ച് ശുദ്ധകലശം നടത്തി സുധാകരൻ എത്തിയിരിക്കുന്നുവെന്ന് സുധാകരൻ അവകാശപ്പെടുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഏതായാലും ഏറ്റവും ഒടുവിലും ഓള് പ്രയോഗത്തിലൂടെ വല്ലാതെ ന്യായീകരിക്കുകയും വിശദീകരിക്കേണ്ടിയും വന്ന ഒരു സാഹചര്യം കെ സുധാകരനെ സംബന്ധിച്ചുണ്ട്. ശക്തമായ പോരാട്ടം, യാതൊരു സംശയവുമില്ല. 2014 പി കെ ശ്രീമതി 6566 ഒരു ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച ഒരു മികച്ച ഭൂരിപക്ഷമേ അല്ല. പക്ഷേ കണ്ണൂരിനെ സംബന്ധിച്ചൊരു ഇതുപോലെ തന്നെ ഒരു വലിയ പോരാട്ടത്തിൽ ആ മണ്ഡലത്തിലേക്ക് പി കെ ശ്രീമതി ജയിച്ചു കയറി വരികയായിരുന്നു 2014. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കണ്ണൂരിൽ ഈ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ നിഷേധ വോട്ടുണ്ടായിരുന്നു. ഈ എല്ലാ സ്ഥാനാർത്ഥികളും നിഷേധിച്ചുകൊണ്ടുള്ള നോട്ടയുടെ വോട്ടുണ്ടായിരുന്നു. 7026 വോട്ടുകളാണ്. ഭൂരിപക്ഷത്തേക്കാൾ വലുതായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധ വോട്ട്. അവിടെ നിന്നും ഇത്തവണത്തെ സ്ഥാനാർത്ഥികളെ ഇതിനോടകം തന്നെ പ്രേക്ഷകർക്ക് പരിചിതരായ നിലയിലുള്ള മുഖങ്ങൾ തന്നെയാണ്. ഒന്ന് പരിചയപ്പെടാം, അല്ലെങ്കിൽ കണ്ടുകൊണ്ട് നമുക്ക് അതിലെ എക്സ് ഫാക്ടറുകളിലേക്ക് പോകാം. പി കെ ശ്രീമതി, കെ സുധാകരൻ, ശക്തമായ പോരാട്ടം നടക്കുന്ന കണ്ണൂരിൻ്റെ മണ്ഡലം. ഇത്തവണ വരുമ്പോൾ പ്രധാനമായും അവിടെ നിന്ന് എക്സ് ഫാക്ടറിലേക്ക് ഒന്ന് വേഗത്തിൽ പോയാൽ, എക്സ് ഫാക്ടർ സ്ഥാനാർത്ഥികളുടെ സ്വാധീനം, പ്രത്യേകിച്ച് കെ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം അത്തരമൊരു വലിയ ചോദ്യം ഉന്നയിക്കുന്നു. CPM-ന്റെ ശക്തമായ അടിത്തറ, പി കെ ശ്രീമതിയുടെ വീണ്ടുമുള്ള സ്ഥാനാർത്ഥിത്വം, അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ട് എവിടേക്ക് എന്ന ചോദ്യം. ശ്രീലാൽ, അതിൽ രാഹുൽ ഗാന്ധിയുടെ വരവിന് മുമ്പ് തന്നെ ഉണ്ടായ ഷുഹൈബിന്റെ കൊലപാതകം അടക്കമുള്ള വിഷയങ്ങൾ, ഇപ്പോൾ ഒരുപക്ഷെ കെ സുധാകരൻ തിരിച്ചുവരവ് തന്നെ ഷുഹൈബ് കൊലപാതകത്തിൽ ഉള്ള പ്രതിഷേധിച്ചുകൊണ്ടുള്ള വരവ്, അത് നല്ല വരവായിരുന്നു, അതൊരു സ്വാധീനിക്കപ്പെട്ട വരവായിരുന്നു എന്നുള്ള കുറച്ചു നേരം സുധാകരൻ മാറിയതിനു ശേഷം ഉള്ള വരവായിരുന്നു. അതെല്ലാം തന്നെ ഇത്തവണ ന്യൂനപക്ഷ വോട്ടുകളെ വളരെയധികം സ്വാധീനിക്കുന്നതായിട്ട് സംശയമില്ല. അക്രമരാഷ്ട്രീയത്തിനൊപ്പം ഈ ഷുഹൈബിന്റെ കൊലപാതകവും അടക്കമുള്ള വിഷയങ്ങൾ. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ട് മറ്റൊരു ഘടകം, ഈ ലീഗിനടക്കമുള്ള പ്രവർത്തകർ അവർ കോൺഗ്രസിനേക്കാൾ മികച്ച രീതിയിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള വാർത്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് സ്ഥാനാർത്ഥിയുടെ സ്വാധീനം. ഈ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് എന്ന ചോദ്യം ഏറ്റവും അധികം രാഷ്ട്രീയമായി ചർച്ച ചെയ്ത കൊലപാതക രാഷ്ട്രീയ പ്രശ്നം എത്രമാത്രം സ്വാധീനിക്കും എന്ന ചോദ്യം, ഇതെല്ലാം കൂടി വരുന്നതാണ്. വികസനം എന്നതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമായി കണ്ണൂർ പ്രകടമായ വികസനമാണ്. കണ്ണൂർ വിമാനത്താവളം എന്നുള്ളത് പ്രകടമായ വികസനമാണ്. കണ്ണൂർ വിമാനത്താവളം വരുമ്പോൾ അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വികസിക്കുന്നു, അവിടെ കടകൾ വരുന്നു, അവിടെ മറ്റ് ഘടകങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അത് തന്നെയാണ്, റോഡ് വരുന്നു. ആ വികസനം ഈ നമ്മൾ മറ്റ് മേഖലയിൽ പറയുന്ന പോലെ അല്ലാതെ കണ്ണൂരിൻ്റെ വികസനം വിമാനത്താവളത്തിന് ഈ ഘടകങ്ങൾ, ഈ എക്സ് ഫാക്ടറുകൾ വളരെ ശക്തമായി പ്രതിഫലിക്കുന്ന നിലയിൽ അതിശക്തമായ പോരാട്ടമാണ്. ഏത് നിലയിലായാലും വളരെ നിർണായകമാകും കണ്ണൂരിൻ്റെ ജനവിധി. രാഷ്ട്രീയമായ അടക്കം മണ്ഡലം തിരിച്ചുപിടിക്കാൻ രാഷ്ട്രീയ രംഗത്ത് പാർലമെന്ററി രംഗത്ത് മുന്നോട്ട് പോകാനുള്ള കെ സുധാകരന് ജയം അനിവാര്യമാണ്. സുധാകരനെ വീണ്ടും തോൽപ്പിച്ച് മണ്ഡലം ഒപ്പം നിർത്തുക എന്നത് CPM-നെ സംബന്ധിച്ച് വളരെ അനിവാര്യമായ ഒന്നാണ്. വെല്ലുവിളികൾക്ക് പലതിനും ഒരു മറുപടിയായി അത് മാറേണ്ടതുണ്ട്. ഒപ്പം മറ്റൊന്ന്, ഈ പുതിയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായ പോരാട്ടത്തിൽ BJP വോട്ടുകൾ, NDA വോട്ടുകൾ കണ്ണൂരിൽ കൃത്യമായി പെട്ടിയിൽ വീഴുമോ എന്ന ചോദ്യത്തിനും ഉത്തരം കാത്തിരിക്കുന്നു. ഈ ഫാക്ടറുകൾ വളരെ നിർണായകമാണ് കണ്ണൂരിനെ സംബന്ധിച്ച്. ശ്രീലാൽ, ഇടുക്കിയെക്കുറിച്ചാണ് അടുത്തതായി നമുക്ക് നോക്കേണ്ടത്. കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സ്ഥാനാർത്ഥികൾ LDF-നും UDF-നും വേണ്ടി ഇറങ്ങുമ്പോൾ കഴിഞ്ഞ തവണ LDF-നെ തുണച്ച പല ഘടകങ്ങളും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇടുക്കിയിൽ കഴിഞ്ഞ തവണ കസ്തൂരിരംഗൻ റിപ്പോർട്ട് അടക്കമുള്ള വിഷയങ്ങൾ വലിയ സ്വാധീനമുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇടുക്കിയിൽ ഒരു ഗുണകരമായി LDF-ന് വലിയ ഗുണമുണ്ടാക്കിയത്. ഇത്തവണ ഒരുപക്ഷെ ആ സമയത്തെ കസ്തൂരിരംഗൻ വിഷയത്തെ ഏറ്റവും ശക്തമായി ഫലപ്രദമായി ഇടതുമുന്നണി വിനിയോഗിക്കുകയും ചെയ്തു. UDF-ന്റെ ഏറ്റവും വലിയൊരു സ്വാധീന മണ്ഡലത്തെ അതുപോലെ തന്നെ ഹൈ റേഞ്ചും ലോ റേഞ്ച് സംരക്ഷണ സമിതി ഒപ്പം കൂട്ടി. ഹൈ റേഞ്ചും ലോ റേഞ്ചും ഇത്തവണ ഇടുക്കിയെ എങ്ങനെ ബാധിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ്? 2014 ജോയ്സ് ജോർജ് ആദ്യമായി പാർലമെന്റിൽ എത്തിയത് 50,542 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജോയ്സ് ജോർജ് എത്തുന്നത്. വലിയ ഒരു വിജയമായി തന്നെയാണ് കണക്കാക്കിയത്. അതിന് ഈ ഘടകങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇത്തവണ ആ ഘടകങ്ങളൊന്നുമില്ല. കഴിഞ്ഞ തവണത്തെ അതേ സ്ഥാനാർത്ഥികൾ തന്നെയാണ് LDF-നും UDF-നും വേണ്ടി വരുമ്പോൾ അപ്പുറത്താകട്ടെ NDA സ്ഥാനാർത്ഥിയാണ്
ജോയ്സ് ജോർജ് വീണ്ടും മത്സരിക്കുന്നു. ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട അതേ സ്ഥാനാർത്ഥിയെ വീണ്ടും UDF ഇറക്കുന്നു. ഇടുക്കി സീറ്റിൽ ഒരുപാട് ആലോചനകളൊക്കെ വന്നു. PJ ജോസഫ് ഇടയ്ക്ക് മത്സരിക്കാൻ ആഗ്രഹിച്ചു എന്ന പ്രശ്നമുണ്ട്, വെച്ചുമാറാൻ ആഗ്രഹിച്ചു എന്ന പ്രശ്നമുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തെ പ്രതികൂല ഘടകങ്ങളില്ല എന്നല്ലേ ശ്രീലാൽ ഇപ്പോൾ UDF? തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഡീനിനെ വീണ്ടും പരീക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡീനിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത് കഴിഞ്ഞ തവണത്തെ പ്രതികൂല ഘടകങ്ങളില്ല എന്നുള്ള വിലയിരുത്തേണ്ട ഭാഗമായിട്ടാണ്. ഒപ്പം തന്നെ BJP NDA മുന്നണിയുടെ ബിജു കൃഷ്ണനാണ് BDJS സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഈ നിലയിൽ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ജോയ്സ് ജോർജ് സിറ്റിംഗ് MP എന്ന നിലയിലുള്ള ചെയ്ത കാര്യങ്ങൾ കൂടി വോട്ടാക്കി മാറ്റാനായിരിക്കും ഇത്തവണ. തീർച്ചയായും ഇടുക്കി മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമ്മൾ പോകുമ്പോൾ കാണുന്നത് ജോയ്സിൻ്റെ ഫ്ലെക്സുകളാണ്, ജോയ്സിൻ്റെ പ്രകടനങ്ങൾ, ജോയ്സ് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ വലിയ ഒരു പിന്നെ ഇടുക്കിയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇടുക്കിയിൽ വലിയ ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നത് കുടിയേറ്റം, കയ്യേറ്റം, ഭൂമി കയ്യേറ്റമൊക്കെയാണ്. അല്പമൊക്കെ ഭൂമി കയ്യേറ്റം നടത്തിയില്ലെങ്കിൽ ഇടുക്കിക്കാർക്ക് അവർക്ക് അതൊരു വലിയ കുറ്റമായിട്ട് അങ്ങനെ വിശ്വസിക്കുന്നില്ല. മറ്റൊന്ന് എക്സ് ഫാക്ടർ കൂടി പരിശോധിച്ചുകൊണ്ട് പറയാൻ പറ്റുന്നതാണ് എന്ന് വിചാരിക്കുകയാണ്. എക്സ് ഫാക്ടറായി ഇടുക്കിയിൽ വരുന്നത് ഹൈറേഞ്ച് സംരക്ഷണ സമിതി, ഹൈറേഞ്ചിൻ്റെ താല്പര്യങ്ങൾ, ഹൈറേഞ്ചിൻ്റെ ആശങ്കകൾ. അത് കഴിഞ്ഞ തവണ വോട്ടായത് ഇത്തവണ അവിടെയാണ് നേരത്തെ ശ്രീലാൽ പറഞ്ഞ സിറ്റിംഗ് MP പ്രവർത്തനം എങ്ങനെ എന്നൊരു വിലയിരുത്തൽ. അത് പ്രധാനപ്പെട്ടതല്ല. അതുപോലെ തന്നെ യാക്കോബായ ഇതാണ് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ യാക്കോബായ വോട്ടുകൾ ഇടുക്കിയിൽ. ഇത് എങ്ങനെയാണ് ഇടുക്കിയിൽ സ്വാധീനിക്കാൻ പോകുന്നത്? അതാണ് ഞാൻ നേരത്തെ പറയാൻ വന്നപ്പോഴും എക്സ് ഫാക്ടർ കണ്ടുകൊണ്ട് പറയാം എന്ന് വിചാരിച്ചു. അതായത് ഈ യാക്കോബായ വോട്ടുകൾ മാത്രമല്ല, ക്രൈസ്തവ വോട്ടുകൾ ഏറ്റവും ശക്തം. അതുപോലെ തന്നെ ആ നിലയിൽ കഴിഞ്ഞ തവണയുണ്ടായിരുന്ന എതിർപ്പ് ഇത്തവണ ഉണ്ടോ എന്നൊരു ചോദ്യം. സർക്കാരിനോട് പിണങ്ങിയും ഇണങ്ങിയും നിൽക്കുന്നു. ഇങ്ങനെയുള്ള വലിയ ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അതുതന്നെയാണ് ഈ ഇടുക്കിയിലെ മത്സരം പ്രവചനാതീതമാക്കുന്നത്. ജോയ്സിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അതിന് പറയാനുള്ള ജോയ്സിന് മുന്നോട്ട് വയ്ക്കാനുണ്ട്. പാർലമെന്റിൽ ജോയ്സ് വലിയ പ്രകടനം നടത്തിയിട്ടില്ല എങ്കിൽ പോലും MP എന്ന നിലയിൽ മണ്ഡലത്തിൽ വലിയ വികസന പ്രവർത്തനം, അതായത് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സാമുദായിക ഘടകങ്ങൾ എല്ലാം ഒരുപോലെ വളരെ ബാലൻസ്ഡായി പ്രചരണ രംഗത്തും വോട്ടിനെയും സ്വാധീനിക്കുന്ന കേരളത്തിലെ ഒരു ക്ലാസ് മണ്ഡലമാണ് ഹൈറേഞ്ച്, ലോ റേഞ്ച്. രണ്ട് വ്യത്യാസവുമുണ്ട്. ഇതിനിടയിൽ ഈ എക്സ് ഫാക്ടറിന് അപ്പുറമുള്ള മറ്റൊന്നുകൂടിയുണ്ട്. അതിലേക്ക് പോകുമ്പോൾ നമ്മൾക്കൊപ്പം രാജീവ് വീണ്ടും വരുന്നുണ്ട്. രാജീവ്, ഈ ഘടകങ്ങൾക്കൊപ്പമുള്ള മറ്റൊന്നാണ് കാർഷിക പ്രശ്നം. രാജ്യമാകെ ചർച്ച ചെയ്യുന്ന കാർഷിക പ്രശ്നത്തിൻ്റെ ഒരു കേരള പതിപ്പുണ്ട്. അതിൽ വയനാട് പോലെ തന്നെ ഇടുക്കിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ സർക്കാരിൻ്റെ ഇടപെടലുണ്ട്. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് വേഗത്തിൽ ചെയ്യാതിരുന്നതിന് കേട്ട ആക്ഷേപമുണ്ട്. ഈ ഒരു ഘടകം ഇടുക്കിയുടെ ജനവിധിയെ സ്വാധീനിക്കാൻ കാര്യമായി ഇടയുണ്ടോ? ശരത്, ഈ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ഇടുക്കിക്ക് വേണ്ടി ഒരു പ്രത്യേക കാർഷിക പാക്കേജ് തന്നെ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാകും ഇടുക്കിയിലെ കാർഷിക പ്രശ്നങ്ങൾ എത്രത്തോളം, അല്ലെങ്കിൽ കർഷകന്റെ പ്രശ്നങ്ങൾ എത്രത്തോളം രൂക്ഷമാണെന്ന്. അത് ഇടുക്കി ആയാലും വയനാടായാലും ഇവിടെയൊക്കെ കർഷക പ്രശ്നം വളരെ രൂക്ഷമായ പ്രശ്നം തന്നെയാണ്. ഇത് ഇടുക്കിക്കും വയനാടിനും അപ്പുറം മറ്റു ചില മണ്ഡലങ്ങളിൽ കൂടി ഈ ഒരു കർഷക പ്രശ്നം ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. കർഷക പ്രശ്നങ്ങൾ ഉള്ള മണ്ഡലങ്ങളായി നമുക്ക് ഇപ്പോൾ കരുതാവുന്നത് കണ്ണൂരിൻ്റെ മലയോര മേഖലകളിൽ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ വയനാട്ടിൽ പ്രശ്നമുണ്ട്, പാലക്കാട്, അതുപോലെ ഇതാണ് ഇടുക്കി മണ്ഡലം. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ കോട്ടയം മണ്ഡലത്തിൽ റബ്ബർ കർഷകരുടേതായിട്ടുള്ള പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ പത്തനംതിട്ടയിലും പ്രശ്നമുണ്ട്. ഇതിനോടൊപ്പം തന്നെ മാവേലിക്കരയിൽ കുട്ടനാട് അടക്കമുള്ള മേഖലയിൽ നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നമൊന്നും ഇല്ല എങ്കിൽ തന്നെയും ഇത്രയും മണ്ഡലങ്ങളിലാണ്, ഏഴ് മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിലുള്ള കാർഷിക പ്രശ്നം വലിയ രീതിയിലുള്ളത്. അതിൽ തന്നെ വയനാടിലും ഇടുക്കിയിലും രൂക്ഷമായ പ്രശ്നം തന്നെയുണ്ട്. ഇത് കഴിഞ്ഞ തവണത്തെ ഫലത്തെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫലം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യം, UDFന് ഈ മണ്ഡലങ്ങളിൽ ഒരു മേൽക്കൈ കിട്ടി എന്ന് പറയാം. 4 മണ്ഡലങ്ങളിൽ കാർഷിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കർഷക പ്രശ്നമുള്ള 4 മണ്ഡലങ്ങൾ UDF ജയിച്ചപ്പോൾ LDF 2 മാത്രമേ ജയിച്ചുള്ളൂ. പക്ഷേ അതിനകത്ത് ഒരു കാര്യം കൂടി കൂട്ടേണ്ടതുണ്ട്. ഇടുക്കിയാണ്, ഈ അതേഴ്സ് സ്വതന്ത്രന്മാരായതുകൊണ്ട് ഇടുക്കിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ 3 മണ്ഡലങ്ങളിൽ LDFും 4 മണ്ഡലങ്ങളിൽ UDFും എന്നുള്ളതാണ് സ്ഥിതി. ഇതാണ് കാർഷിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിലുള്ള കഴിഞ്ഞ തവണത്തെ ഫലം. റൈറ്റ്, ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് കർഷക രോഷം. നിശ്ചയമായും എല്ലാ തെരഞ്ഞെടുപ്പുകളെയും രാജീവ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ജനവിധിയെ സ്വാധീനിച്ചിട്ടുള്ളത് തന്നെയാണ്. വയനാട് പോലെ തന്നെ ഇടുക്കിയും അത് എങ്ങനെ ബാധിക്കുമെന്നാണ്. കർഷക ആത്മഹത്യകൾ ഒരു വലിയ പ്രശ്നമാണ്. ഇടുക്കിയിൽ കർഷക ആത്മഹത്യകൾ വലിയ പ്രശ്നമാണ്. ജപ്തി ഭീഷണി അത് തന്നെയാണ് മറ്റൊരു വലിയ പ്രശ്നം. അത് ഈ ജപ്തി ഭീഷണിക്ക് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ചില നടപടികൾ സർക്കാർ അവസാനം നടത്താൻ ശ്രമിച്ചത്. പക്ഷേ അത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ കുടുങ്ങി അതൊരു വലിയ വിഷയമായ ഒരു തർക്കമായി നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും സർക്കാരിന് ഇടുക്കിയിലും അതുപോലെ തന്നെ മറ്റ്
മറ്റ് ഈ പറഞ്ഞ കാർഷിക മേഖലകളിലുമുള്ള കാർഷിക പ്രശ്നം ഒരു തലവേദന തന്നെ. ഇടുക്കിയിൽ ഈ പറഞ്ഞതുപോലെ ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുപോലെ ഈ വിഷയം വളരെ സജീവമായി ഉന്നയിക്കുന്നുണ്ട്. ഒന്നും ചെയ്തില്ല എന്ന നിലയിൽ പ്രതിപക്ഷവും കാര്യക്ഷമമായി ഇടപെട്ടു എന്ന നിലയിൽ ഭരണപക്ഷവും ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട നിലയിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഘടകമായി മാറുകയാണ്. പ്രളയവും നിശ്ചയമായി ഇടുക്കിയിൽ അതുമുണ്ട്, അതും ഒരു വിഷയം തന്നെയാണ്. ഇത് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ്. പ്രളയത്തെ തുടർന്നാണ് കാർഷിക വിളകളുടെ വലിയ തകർച്ച സംഭവിക്കുന്നത്. അതേ തുടർന്നുണ്ടായിട്ടുള്ള ജീവിത ബുദ്ധിമുട്ടുകൾ, കർഷക ആത്മഹത്യ, ഇതെല്ലാം ഈ എക്സ് ഫാക്ടറിൽ എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഘടകം ഒരു ഘടകമായി മാറുകയാണ്. അവിടെ നിന്ന് ശ്രീലാൽ, നമ്മൾ ഇനി പോകുന്നത് ഇടുക്കിയിൽ നിന്ന് നേരെ താഴോട്ടിറങ്ങി മാവേലിക്കരയിലേക്ക് എത്തുന്നു. പറ്റില്ല, അങ്ങോട്ട് പോകണ്ട, എറണാകുളത്തേക്ക്. ശരി, ഓക്കെ. എറണാകുളം കഴിഞ്ഞ് മാവേലിക്കരയ്ക്ക് പോകാനാണ് കുറച്ചുകൂടി. ശരി, ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. ശരത്ത് ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല, ഒരു കുഴപ്പമില്ല ശരത്ത്. ഏതായാലും എറണാകുളത്തേക്ക് പോയാൽ എറണാകുളത്തെ സംബന്ധിച്ച് ഏതായാലും ഹൈബി ഈഡൻ്റെയും പി രാജീവിൻ്റെയും മത്സരം ഒരു കേരളത്തിൻ്റെ ഏക മെട്രോ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അത് മാത്രമല്ല, ഈ സ്ഥാനാർത്ഥികളിൽ തന്നെ വലിയ പ്രത്യേകതയുണ്ട്. ഹൈബി ഈഡൻ MLA ആയിരിക്കുമ്പോൾ അവിടെ MLA ആയിരിക്കുന്നു. അത് പോപ്പുലർ ആയിട്ടുള്ള MLA ആണ്. അതിലേക്കാണ് വരുന്നത്. പോപ്പുലർ ആയിട്ടുള്ള MLA ഹൈബി ഈഡൻ. അതുകൊണ്ട് തന്നെയാണ് KV തോമസിനെ മാറ്റി ഹൈബി ഈഡനെ ഈ ചിരിയൊന്നും ഏതായാലും ഇപ്പോഴില്ല, ഇത് പഴയ ഫോട്ടോ അല്ല. പക്ഷേ ഏതാണ്ട് ഈ ചിരി ഇപ്പോൾ ഈ ചിരി തിരിച്ചു വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ചില വാഗ്ദാനങ്ങൾ KV തോമസിന്, അദ്ദേഹത്തിന് സ്വീകാര്യമായ ചില വാഗ്ദാനങ്ങൾ KV തോമസിന് കുറച്ചുകൂടി കോൺക്രീറ്റ് ആയി പറഞ്ഞാൽ കൊള്ളാവുന്ന വാഗ്ദാനങ്ങളുണ്ടോ, അതോ തൽക്കാലത്തേക്ക് പറഞ്ഞ് നിർത്തിച്ചു? കോൺഗ്രസ് പാർട്ടിയാണ് ശരത്, അതുകൊണ്ട് ഈ കൊടുത്ത വാഗ്ദാനം തന്നെ പാലിക്കുമെന്ന് വരും ദിവസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ തൽക്കാലം എന്തായാലും KV തോമസിന് കൂടി സ്വീകാര്യമായ ചില ഓഫറുകളാണ് എങ്ങനെ സഹിക്കാൻ പറ്റും? 2014 87,047 വോട്ടിന്റെ ഭൂരിപക്ഷമൊക്കെ വാങ്ങിച്ച് കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പോൾ ഡീസന്റ് ആയി 87,000 ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ക്രിസ്റ്റി ഫെർണാണ്ടസ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കരുത്. ഇത്തവണ കോൺഗ്രസ് പ്രധാനമായും കണ്ടത് ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തന്നെ എനിക്കൊന്ന് പി രാജീവ് വന്നപ്പോഴായിരിക്കണം. ഹൈബി രാജീവ് വന്നതുകൊണ്ട് കൂടിയാണ് കുറച്ചുകൂടെ ചെറുപ്പക്കാരനായ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു MLA ആയിക്കോട്ടെ പുതിയ സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് ഹൈബി നടക്കുകയും ചെയ്തത്. നേരത്തെ തന്നെ വേറെ ഘടകം കൂടിയുണ്ട്, ഒരു പക്ഷേ ഒരാളെ കൂടെ കാണാവുന്നതാണ്. അതെ, പക്ഷേ അദ്ദേഹം വലിയ കടുത്ത പ്രചാരണത്തിലാണ്. അദ്ദേഹം ട്രോളർമാരുടെ ഒരു ഇഷ്ടവിനോദമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അല്ല, മാത്രമല്ല ഏറ്റവും എനർജറ്റിക്കായി BJP നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു കണ്ണന്താനത്തിനോട് ഓടിപ്പിടിക്കാൻ കഴിയുന്നില്ല. അത്ര വലിയ പ്രചരണമാണ്. മണ്ഡലം പോലും ചില സമയത്ത് നോക്കാതെ അദ്ദേഹം വ്യാപകമായി വോട്ട് ചോദിക്കുന്നതൊക്കെ വലിയ ട്രോളായി നേരത്തെ ശ്രീലാൽ. പക്ഷേ അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല. അദ്ദേഹം പത്തനംതിട്ട ആഗ്രഹിച്ചു, പാർട്ടി കൊല്ലം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊല്ലമാണെങ്കിൽ പകരം മലപ്പുറമാണ് നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ ഒടുവിൽ ഏറ്റവും ഡീസൻ്റായി സാർ ഈ 80,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം, അതിനകത്തൊരു വലിയ ഘടകമുള്ളത് ആ എക്സ് ഫാക്ടറുമായി ബന്ധപ്പെടുത്തി അതിനൊന്ന് പറയാമോ ശ്രീലാൽ? ഓരോ ഈ സ്ഥാനാർത്ഥികളുടെ മികവ് അത് ഈ 3 സ്ഥാനാർത്ഥികളിലും മണ്ഡലത്തിൽ പ്രശസ്ത ലത്തീൻ വോട്ടുകൾ, അവിടെയാണ് ഹൈബി ഈഡന് വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. മെട്രോ വോട്ടുകളിൽ രാജീവിനും സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഇവിടെ നമ്മൾ കാണാതെ പോകുന്ന ഈ എക്സ് ഫാക്ടറിൽ ഉൾപ്പെടുത്താതെ പോയ ഒരു ഘടകം കൂടിയുണ്ട്. അത് കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി പിടിച്ച വോട്ടുകളാണ്. 50,000-ലധികം വോട്ടുകളാണ് കഴിഞ്ഞ തവണ ഈ മണ്ഡലത്തിൽ. ആം ആദ്മി പാർട്ടി UDF കൊടുക്കാൻ ആഗ്രഹിച്ചെങ്കിലും ഇന്നിപ്പോൾ അത് മാറ്റി പറഞ്ഞു. പക്ഷേ അത് അല്ലെങ്കിൽ തന്നെ ആം ആദ്മി പാർട്ടി പിടിച്ച വോട്ട് അവരുടെ ഒരു സ്വാധീനം നോക്കുമ്പോൾ, അവരുടെ ഒരു പ്രവർത്തന മേഖല നോക്കുമ്പോൾ ആ വോട്ടുകളിൽ രാജീവിന് വലിയ സ്വാധീനം എന്തായാലും ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് എറണാകുളത്തെ സംബന്ധിച്ച ഒരു വലിയ ഘടകം. പരമ്പരാഗത സാമുദായിക വോട്ടുകളുടെ സ്വാധീനം ഈ പറഞ്ഞതുപോലെ ഇത്തവണ അതേപടി തുടരുമോ, അതോ അതിനെ അതിജീവിച്ച് രാഷ്ട്രീയമായ വിജയം ഇടതു മുന്നണിക്ക് നേടാനാകുമോ? 2 ചോദ്യം. കൃത്യമായ ശക്തരായ 3 സ്ഥാനാർത്ഥികൾ. ഇതിൽ അൽഫോൺസ് കണ്ണന്താനം ഏതറ്റം വരെ പോകും എന്നതും ഈ വിധിയെ നിർണ്ണയിക്കാൻ വലിയ UDFന്റെ കുത്തക സീറ്റ് എന്ന് പറയുന്ന മണ്ഡലം പിടിക്കാൻ രാജീവിന് കഴിയുമോ എന്നതാണ് എറണാകുളത്തെ സംബന്ധിച്ചുള്ള പ്രധാന ചോദ്യം. ഏതായാലും ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നതിനായി നമ്മൾ അറിയുന്നതിനായി കാത്തിരിക്കണം. പക്ഷേ അതിനുവേണ്ടിയുള്ള വിധിയെഴുത്താണ് ചൊവ്വാഴ്ച ഉണ്ടാവുക. ഇവിടെ നിന്ന് നമ്മൾ ഇനി നേരത്തെ ശ്രീലാൽ വളരെ തിടുക്കത്തിൽ മാവേലിക്കരയ്ക്ക് പോകണം എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഏതായാലും വെച്ച് താമസിപ്പിക്കുന്നില്ല. മാവേലിക്കരയ്ക്ക് കണ്ടോളൂ. മാവേലിക്കര ഒരു വല്ലാത്ത മണ്ഡലം. അതെ, എത്രയോ ജില്ലകളിൽ 3 ജില്ലകളിലായി നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു മണ്ഡലം. അതായത് കുട്ടനാട്, മാപ്പ് കണ്ടാൽ തന്നെ കുട്ടനാട് തുടങ്ങി ഇങ്ങറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഒരു MP വലിയ പരാതി ഓടിയെത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു മണ്ഡലം, അത്രയ്ക്ക് വലിയ മണ്ഡലം. ഈ മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് ഏതാണ്ട് ഒരു കുത്തക പോലെ കൈവശം വച്ചിരിക്കുന്ന മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന് ഏറ്റവും എന്താ പറയുക, ഒരു പോരാട്ടം നടത്താൻ സാധിക്കുന്ന വലിയൊരു തോതിൽ പോരാട്ടം നടത്താൻ സാധിക്കുന്ന സ്ഥാനാർത്ഥി തന്നെയാണ്. ഈ ചിരിയിൽ നിന്ന് ഇത്തവണ
കൊടിക്കുന്നിൽ ഇതുപോലെ ചിരിക്കാനാകുമോ എന്നൊരു വലിയ ചോദ്യം. ചിറ്റയം ഗോപകുമാർ ഇതിനേക്കാൾ നല്ല സ്ഥാനാർത്ഥി, ചിറ്റയം ഗോപകുമാർക്കാർ നല്ല സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് ഇറക്കാൻ അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് കൊടിക്കുന്നിൽ പോലും സമ്മതിക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ തവണ കൊടിക്കുന്നിലിന് ഇത്ര വലിയൊരു അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. ശബരിമല വിഷയം ഏറ്റവും കത്തിക്കാളുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി കാണുന്ന മാവേലിക്കര, അവിടെ തഴവ സഹദേവനാണ് NDA സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. ഈ മണ്ഡലത്തിൽ തന്നെയുള്ള ആളുകൾ മാവേലിക്കര മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളായിരുന്നു ഏറ്റവും പ്രധാനമായും ചില എക്സ് ഫാക്ടർ എന്ന് പറയുന്ന അപ്പോൾ ഘടകത്തിലേക്ക് വരുന്ന 2 മണ്ഡലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എക്സ് ഫാക്ടറിലേക്ക് വന്ന ശേഷം അതിലേക്ക് വരാം ഞാൻ. അതാണ് ഈ പിള്ള ഫാക്ടർ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ട് മണ്ഡലങ്ങൾ കൊട്ടാരക്കരയും അതോടൊപ്പം തന്നെ പത്തനാപുരവും. അതിൽ ഒരു ക്ലൂ കൂടി, പിള്ള കൂടെ നിന്നപ്പോഴൊക്കെ കൊടിക്കുന്നിൽ ജയിച്ചിട്ടുണ്ട്, പിള്ള പിണങ്ങിയപ്പോഴൊക്കെ കൊടിക്കുന്നിൽ. അതിനോടൊപ്പം തന്നെ പ്രളയം, കുട്ടനാട് അടക്കമുള്ള മേഖലകളിൽ പ്രളയം ഈ മണ്ഡലത്തെ ആകെ ബാധിച്ചതാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മാവേലിക്കര, ക്ഷമിക്കണം, കുട്ടനാട് എല്ലാം അവിടെ ഈ പുറത്തു നോക്കുമ്പോൾ നമുക്ക് ഈ പ്രളയം നന്നായി സർക്കാർ കൈകാര്യം ചെയ്യും തോന്നിയാൽ പോലും അവിടെ ജീവിക്കുന്നവർക്ക് ആ ഒരു അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ പിള്ള ഫാക്ടറിയിൽ ഇത്തവണ ഈ 2 മണ്ഡലത്തിലും പത്തനാപുരത്തായാലും കൊട്ടാരക്കരയായാലും ഈ 2 നേതാക്കളും കാര്യമായ ഒരു പ്രചാരണം, അത് ഈ ബാലകൃഷ്ണ പിള്ളയായാലും മകനായാലും വളരെ ശക്തമായ പ്രചരണ രംഗത്തായിരുന്നു ഗണേഷ് കുമാർ. വളരെ ശക്തമായ പ്രചരണ രംഗത്തുണ്ടായിരുന്നു ബാലകൃഷ്ണ പിള്ള. ഫാക്ടർ വർക്ക് ചെയ്യും. അതാണ് ഈ 2 മണ്ഡലങ്ങളിൽ ഈ ഫാക്ടർ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് കൊടിക്കുന്നിൽ സുരേഷ് സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം. ഏതായാലും ഈ ഘടകങ്ങളിൽ നിന്നുകൊണ്ടാണ് മാവേലിക്കര വളരെ നിർണായകമാണ്. ചില ആളുകളൊക്കെ പറയുന്നത് പോലെ മാവേലിക്കര പിടിക്കുന്ന ആളുകൾക്ക് കേരളത്തിൽ നല്ല നിലയിൽ ലീഡ് നിലനിർത്താനാവും സീറ്റുകളുടെ എണ്ണത്തിൽ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ നിസ്സംശയം എഴുതി ചേർക്കാവുന്നതാണ് തീർച്ചയായും മാവേലിക്കര. പാർട്ടിക്കാർ മനസ്സില്ലാ മനസ്സോടെ സ്വീകരിച്ച ഒരു സിറ്റിംഗ് MP ഉണ്ടായിരുന്നു ഇത്തവണ. അത് ചാലക്കുടിയിൽ ഇന്നസെന്റ് ആയിരുന്നു. ഒടുവിൽ ഇന്നസെന്റ് തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി. ആരാകും എന്ന ചോദ്യം ഒരുപാട് കേട്ടതാണ് UDFന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച്. ഇന്നസെന്റിന് പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് UDF അവിടെ ഇറക്കിയത്, സംശയം വേണ്ട. ബെന്നി ബെഹനാൻ, ഒപ്പം തന്നെ AN രാധാകൃഷ്ണൻ മത്സരരംഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ ഈ 2 LDFും UDFും പിടിക്കുന്ന വോട്ടിൽ, LDFിന്റെ വോട്ടിൽ നിന്ന് ഈ BJPയുടെ വോട്ട് എങ്ങോട്ട് പോകുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ഫലമുണ്ടാക്കാൻ പോകുന്നത്. 2014 നോക്കുക കാണാം, 13,884 ഇന്നസെന്റിന്റെ ഭൂരിപക്ഷം. വീണ്ടും ഇന്നസെന്റ് മത്സരിക്കുന്ന സാഹചര്യമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചാൽ ആദ്യം CPM അണികളിലും കമ്മിറ്റികളിലുമൊക്കെ വലിയ അതൃപ്തി ഇന്നസെന്റുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പക്ഷേ വീണ്ടും ഇന്നസെന്റിനെ തന്നെ ഇറക്കുന്ന നിലയിൽ. പക്ഷേ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന ഒരു പൊതു പ്രതീതിയിലേക്ക് തീർച്ചയായും നല്ല മത്സരം നടക്കുന്ന മണ്ഡലം. അതോടൊപ്പം തന്നെ ഇടയ്ക്ക് ബെന്നി ബെഹനാന് ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായത്, അപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ദിവസങ്ങൾ അത് കവർ ചെയ്യുന്നതിന് MLA അവർ രംഗത്തിറക്കി വീണ്ടും സജീവമായി രംഗത്തൊന്നിരിക്കുന്നു. തീർച്ചയായും വലിയ മത്സരം. കഴിഞ്ഞ തവണ UDFന്റെ കൈവിട്ടു പോകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് സ്ഥാനാർത്ഥിയുടെ വച്ചുമാറ്റമായിരുന്നു. അതില്ല ഇത്തവണ. അത് മാത്രമല്ല നല്ലൊരു സ്ഥാനാർത്ഥി രംഗത്തിറക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ശ്രീലാൽ ഇതിനിടയിൽ BJP NDA AN രാധാകൃഷ്ണൻ എന്ന നേതാവിലൂടെ എത്രമാത്രം വോട്ട് പിടിക്കും എന്നതും ഒരു പ്രധാനപ്പെട്ട ഘടകം. തീർച്ചയായും അത് വളരെ നിർണായകമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ ഒരു ഘടകമാകുന്നത് AN രാധാകൃഷ്ണന്റെ ഈ വോട്ട് തന്നെയാണ്. AN രാധാകൃഷ്ണൻ വെറുതെ മടങ്ങില്ല. അദ്ദേഹത്തിന് BJPയുടെ വോട്ട് മുഴുവൻ പിടിക്കുകയാണ് എങ്കിൽ എന്താകും ഘടകം എന്നുള്ളതാണ്. അവിടെ നിന്ന് എക്സ് ഫാക്ടറിലേക്ക് പോയാൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങൾ അത് പ്രത്യേകമായി കാണാവുന്നതാണ്. അവയുടെ ഇത്തവണത്തെ ചായ്വ് എങ്ങോട്ടാകും? ഇന്നസെന്റ് എന്ന MPയുടെ ഫാക്ടർ, ഇന്നസെന്റ് എന്ന വ്യക്തിയുടെ താരത്തിൻ്റെ സാന്നിധ്യം, അത് ഫാക്ടർ എങ്ങനെയാവും? മറ്റൊന്ന് പ്രളയം. നമ്മൾ മറ്റ് മണ്ഡലങ്ങളിൽ പോലെ അതിനേക്കാൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പ്രളയം വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രളയത്തിൽ ജീവിച്ച ആൾക്കാർക്ക് ഇപ്പോഴും അതിൻ്റെ പ്രതിഷേധമുണ്ട്. അവർക്ക് നമുക്ക് പുറത്തുനിന്ന് കാണുന്നതിനേക്കാൾ വലിയ പ്രതിഷേധം അവർക്കുണ്ട്. അത് എങ്ങനെയാകും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക? അത് ശ്രീലാൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സത്യത്തിൽ രാജീവ്, പ്രളയം എന്ന ഒരു പൊതു പ്രശ്നത്തെ എല്ലാ മണ്ഡലങ്ങളിലും എങ്ങനെ സ്വാധീനിക്കുമെന്നൊരു പ്രശ്നമുണ്ട്. അത് ചാലക്കുടിയുടെ പശ്ചാത്തലത്തിൽ ആലോചിച്ചാൽ പൊതുവിൽ എങ്ങനെയാവും? ചാലക്കുടിയെ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീകമായി നമ്മൾ കാണേണ്ടത്. പ്രളയം എന്ന് പറയുന്ന പ്രശ്നത്തെ, അത് ചാലക്കുടിയുടെ പരിസരങ്ങൾ, അങ്കമാലി, അതുപോലെ തന്നെ പെരുമ്പാവൂർ, ആലുവ, ഇവിടെയൊക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങി അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായ ഒരു സാഹചര്യം, അവരുടെ സ്വത്തിനും അല്ലെങ്കിൽ വീടിനും ഒക്കെ നാശനഷ്ടം സംഭവിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നമുക്ക് മറ്റു ചില മണ്ഡലങ്ങൾ കൂടി, ഏതൊക്കെയാണ് പ്രളയം കാരണം ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ച മണ്ഡലങ്ങൾ എന്നുള്ളത് ഒന്ന് നോക്കാം. പ്രധാനമായി വന്നിരിക്കുന്നത് ഒന്ന് വയനാട് ജില്ലയാണ്. വയനാട്ടിൽ മലയിടിച്ചിലടക്കമുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായ ഒരു മണ്ഡലം വയനാടായിരുന്നു. പിന്നെ 2 വന്നിരിക്കുന്ന മണ്ഡലങ്ങൾ, ഇത് ചാലക്കുടി മണ്ഡലം, അതുപോലെ തന്നെ ഇതാണ് ചാലക്കുടി മണ്ഡലം വരുന്നത്, ഇത് ഇടുക്കി മണ്ഡലമാണ്. പിന്നെ ഒന്ന് വന്നിരിക്കുന്നത്
മാവേലിക്കര മണ്ഡലത്തിലാണ് ഈ കാണുന്ന ഭാഗമാണ് കുട്ടനാട്. യഥാർത്ഥത്തിൽ ആലപ്പുഴയോട് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും കുട്ടനാട് മാവേലിക്കര മണ്ഡലത്തിലാണ്. കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങൾ വരുന്ന മാവേലിക്കര മണ്ഡലമാണ് പ്രളയം മൂലം ബുദ്ധിമുട്ടിയ മറ്റൊരു മണ്ഡലം. ഇനി ഇത് കഴിഞ്ഞ തവണത്തെ ഫലവുമായിട്ട് തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ 4 മണ്ഡലങ്ങളിൽ 2 UDF-ഉം 2 LDF, ഇത് രണ്ടും ഒന്ന് ഇടുക്കിയും ചാലക്കുടിയുമാണ്. അതുകൊണ്ട് ആണ് ഈ സ്വതന്ത്രന്മാരുടെ ആയതുകൊണ്ടാണ് അതേഴ്സ് എന്ന് കാണുന്നത്. ഇങ്ങനെ 2 വീതം കഴിഞ്ഞ തവണ LDF-ഉം UDF-ഉം പങ്കിട്ടെടുത്തതാണ്. പക്ഷേ ഇനി അത് ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എങ്ങനെ എന്നുള്ളതാണ്. അത് പ്രളയത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിലാണോ അവിടെ ജനങ്ങൾ വിധി എഴുതുക, അതോ പ്രളയത്തിൽ നഷ്ടപ്പെട്ട സാധനങ്ങൾക്കും അല്ലെങ്കിൽ സ്വത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം സർക്കാർ കൊടുത്തില്ല എന്ന പരാതിയുടെ പുറത്താണോ അവിടെ ജനങ്ങൾ വിധി എഴുതുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം. ഏതായാലും ചാലക്കുടിയുടെ പശ്ചാത്തലത്തിലാണ് രാജീവ് കേരളത്തിലെ ഏതൊക്കെ രാജീവ് പറഞ്ഞു നിർത്തിയതാണ് ഇതിൻ്റെ പ്രധാന പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് എത്ര കിട്ടിയാലും അവരുടെ പരിഹാരമാകില്ല. ആ ഒരു വികാരം എന്തായാലും ഉണ്ടാകും. അതിനിടയിലാണ് അവർക്ക് അർഹമായ പല ഒരു 10,000 അടക്കമുള്ള രൂപ അടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയില്ല എന്നുള്ള പരാതി ഇപ്പോഴും നിലനിൽക്കുന്നതും. അതെല്ലാം തന്നെയാണ് ഈ പ്രളയബാധിത പ്രദേശങ്ങളിലെ വലിയ ഒരു പ്രതിസന്ധിക്ക് കാരണം. ഏതായാലും ചാലക്കുടി വിട്ട് അടുത്ത മണ്ഡലത്തിലേക്ക് പോകാം. കോട്ടയത്തേക്ക് പോകാം. അത് കോട്ടയമാണ്. ഇത്തവണ ഞാനത് ആദ്യം തെറ്റിയില്ല, തെറ്റാതെ പറഞ്ഞു. കോട്ടയത്ത് തീർച്ചയായും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കോലാഹലം തുടക്കം മുതൽ കോട്ടയമായിരുന്നു. ജി ജോസഫ് പ്രശ്നമുണ്ടാക്കുന്നു, തിരിച്ചു വരുന്നു, പോകുന്നു, ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധികളുണ്ടായിരുന്നു. നമുക്ക് ആദ്യം സ്ഥാനാർത്ഥികളിലേക്ക് പോയിട്ട് ഏതായാലും 2014 ആ കണക്ക് വളരെ പ്രധാനമാകും. 2014 ജോസ് കെ മാണിയുടെ മകൻ 1,20,599 വോട്ടിൻ്റെ ഗംഭീര ഭൂരിപക്ഷം. പക്ഷേ ഇത്തവണ മത്സരിക്കാൻ അദ്ദേഹമില്ല. അതിനിടയിലുണ്ടായ രാഷ്ട്രീയം അറിയാം. അദ്ദേഹം ഇതൊക്കെ ഉണ്ടായിട്ടും അവിടെ നിന്ന് രാജ്യസഭാ അംഗമായി പോയതിൻ്റെ വലിയ രാഷ്ട്രീയ കോലാഹലം അവിടെയാണ്. ആ ഒരു ചോദ്യത്തിന് ഒരിക്കലും മറുപടിയില്ല. ഇന്നിപ്പോൾ കെ എം മാണിയുടെ വിയോഗത്തിന് ശേഷം കൂടി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴികാടൻ, VN വാസവൻ, PC തോമസ് വളരെ പ്രധാനപ്പെട്ട ഇതിനകത്ത് ചാഴിക്കാടനായാലും PC തോമസ് ആയാലും രണ്ടുപേരെയും ഇപ്പോഴും കേരള കോൺഗ്രസ് ആയി തന്നെയാണ് കോട്ടയംകാർ കാണുന്നത്. അതൊരു വലിയ പ്രശ്നം. അപ്പോൾ നടുക്ക് നിൽക്കുന്ന വാസവൻ ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകിയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകിയാലും ഇത് വാസവന് തടയാൻ സാധിക്കുമോ? ഇതിലാരുടെ ചിരിയാണ് തുടരുക എന്നുള്ളതാണ് അറിയേണ്ടതായിട്ട് ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട ശക്തമായ മത്സരം രാഷ്ട്രീയമായി തന്നെ നടക്കുന്നു. മണ്ഡലം വീണ്ടും കേരള കോൺഗ്രസിനും UDF-നും അതോ അപ്പുറത്തേക്ക് ചായുമോ? PC തോമസ് എന്ത് തരത്തിൽ ചലനം ഉണ്ടാക്കും എന്നതാണ് പ്രധാനപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇത് തന്നെയാണ്. മാണി ഫാക്ടർ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയം സംബന്ധിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം നമ്മൾ പറഞ്ഞ പോലെ PC തോമസ് വരുന്നു. PC തോമസിന് എങ്ങനെ സ്വാധീനിക്കും? PC തോമസ് NDA-ലാണെങ്കിലും കേരള കോൺഗ്രസ്സുകാരനായിട്ട് കാണുന്ന PC തോമസിനെ എങ്ങനെ സ്വാധീനിക്കും? സ്ഥാനാർത്ഥി മികവിലേക്ക് ഇവർക്കിടയിലേക്കാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായ VN വാസവനെ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലമായി UDF-ന് വലിയ സാധ്യത കൽപ്പിക്കുന്ന കോട്ടയം ഇതിനോടകം മാറിയിരിക്കുകയാണ്. ഇതാണ് പൊതുവിൽ ആ കോട്ടയത്തെ സംബന്ധിച്ച് പറയാവുന്ന ഒരു പൊതുചിത്രം. അടുത്ത പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തെക്കൻ കേരളത്തെ സംബന്ധിച്ച് വളരെ ശക്തമായി കാണുന്ന മണ്ഡലം പത്തനംതിട്ട വളരെ ശക്തമായ നിലയിൽ ഏവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പല കാരണങ്ങൾ സ്വാധീനം, അതായത് ഈ കേരളം കണ്ടതിൽ വെച്ച് കേരളം ഇതുവരെ പരീക്ഷിക്കാത്ത, കേരളം ഇതുവരെ പരിചിതമല്ലാത്ത ഒരു വിഷയം വന്നിരിക്കുന്നു. ആ ശബരിമല വിഷയം അത് ഈ മണ്ഡലത്തെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് തന്നെയാണ് ഈ പത്തനംതിട്ടയെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാക്കുന്നത്. അതോടൊപ്പം തന്നെ അതായത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പത്തനംതിട്ടയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം ആൻ്റണി ഇപ്പോൾ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ ആൻ്റണി ഒരു ഫാക്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആൻ്റണി 2014 നേടിയ 56,191 ഭൂരിപക്ഷം ഒന്നും ഇപ്പോൾ ഒരു പ്രതീക്ഷിക്കാൻ ക്രെഡിറ്റേ അല്ല. അത് ഇത്തവണ ആര് ജയിച്ചാലും ഇങ്ങനെ ഒരു ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം അത്ര ടൈറ്റ് മത്സരം നടക്കുന്ന ഒരു മണ്ഡലം. ആൻ്റണിക്ക് ഈ ഭൂരിപക്ഷത്തിൻ്റെ ഓർമ്മയിലൊന്നും ഇല്ലാക്കാനും കഴിയില്ല. ആൻ്റണിക്ക് തുടക്കത്തിൽ പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അത് മറികടന്നു എന്നുള്ളതാണ് ആൻ്റോയുടെ അവകാശവാദം. എന്തായാലും ആൻ്റോയ്ക്ക് ശക്തമായ എതിരാളികളായി വീണയും അതുപോലെ തന്നെ സുരേന്ദ്രനും വളരെ ശക്തമായ മത്സരമാണ്. എക്സ് ഫാക്ടറിലേക്ക് പോയി കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ വിശകലനത്തിൽ വരാം. എക്സ് ഫാക്ടർ
കെ സുരേന്ദ്രൻ ഫാക്ടർ. കെ സുരേന്ദ്രൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരളം ഇതുവരെ പരിചിതമായിട്ടില്ലാത്ത, കേരള തെരഞ്ഞെടുപ്പുകളിൽ വലിയ പരിചിതമല്ലാതിരുന്ന ശബരിമല അടക്കമുള്ള വിഷയം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJPക്കുള്ളിൽ ഏറ്റവും അധികം ആ സീറ്റിന് വേണ്ടിയുള്ള വലിയ താല്പര്യം. പത്തനംതിട്ട സീറ്റ് പ്രഖ്യാപിക്കാൻ ഒരുപാട് സമയമെടുത്ത സാഹചര്യം, ശ്രീധരൻപിള്ളയുടെ അത് സാഹചര്യം. മാത്രമല്ല, ഇന്ന് സമയമില്ലാത്ത സമയത്ത് അമിത്ഷാ ഓടിയെത്തിയിരിക്കുന്നത് പത്തനംതിട്ടയിലേക്ക്. അമിത്ഷാ ഓടിയെത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം വന്നപ്പോൾ അദ്ദേഹത്തെ പത്തനംതിട്ടയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടി നടന്നിരുന്നു. ഇങ്ങനെ BJP വലിയ സ്വാധീനം, BJP വിജയപ്രതീക്ഷ ഏറ്റവും അധികം പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പത്തനംതിട്ട. അതിലൊന്നാമത്താണ് ഇപ്പോൾ ശ്രീലാൽ സൂചിപ്പിച്ച കെ സുരേന്ദ്രൻ എന്ന ഫാക്ടർ. അത് BJPക്ക് ഒരു വിജയസാധ്യതയാണോ എന്നത്, അതുപോലെ തന്നെ പല മണ്ഡലങ്ങളിലും വരുന്ന പ്രളയം എന്ന പ്രശ്നം പത്തനംതിട്ടയിലും വളരെ സജീവമായി ഏത് നിലയിലൊക്കെ ചർച്ചയാകപ്പെടും, വോട്ടർമാരെ സ്വാധീനിക്കുമോ? സ്ഥാനാർത്ഥി മികവ് നിശ്ചയമായും മുമ്പ് സൂചിപ്പിച്ച ആൻഡോ, വീണ, അതുപോലെ കെ സുരേന്ദ്രൻ. വീണ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇടതുമുന്നണിക്ക് വലിയ ആവേശം പകർന്നിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. പ്രചരണ രംഗത്ത് വളരെ മുന്നേറ്റം ആ നിലയിൽ ഇടതുമുന്നണിക്ക് അവിടെ നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫലപ്രവചനം അസാധ്യമായ ഒരു മണ്ഡലം തന്നെയാണ്, ശക്തമായ ത്രികോണ മത്സരം. തീർച്ചയായും ആര് ജയിച്ചാലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഭൂരിപക്ഷം, അതിന് ആര് ജയിച്ചാലും അത് ചെറിയൊരു ഭൂരിപക്ഷത്തിൻ്റെ ഒരു വിജയമാകും. കാരണം അത്ര വലിയ മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. രാജീവ്, ഈ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെല്ലാം വന്നു നിൽക്കുന്നത് ശബരിമലയിൽ തന്നെയാണ്. വിധിക്കു ശേഷമുള്ള കേരളത്തിലെ സാഹചര്യം, അത് പത്തനംതിട്ടയിൽ ഏതൊക്കെ നിലകളിൽ പ്രതിഫലിക്കാം, ഏതൊക്കെ പ്രദേശത്ത് ഏതൊക്കെ നിലകളിൽ അതിൻ്റെ അലയൊലികൾ ഉണ്ടാകാം, പത്തനംതിട്ട മണ്ഡലത്തിലൂടെ ഒന്ന് പരിശോധിച്ചാൽ. പത്തനംതിട്ട മണ്ഡലമാണ് ശബരിമല പ്രശ്നത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശബരിമല പ്രശ്നത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് തന്നെ വിചാരിക്കുന്നത്. മാത്രമല്ല ശബരിമല സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അതുകൊണ്ട് തന്നെയാണ് ശബരിമല പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ BJPയിൽ ആ സീറ്റിന് വേണ്ടി വലിയ ഒരു കടിപിടിയെന്നോ അതല്ലെങ്കിൽ തർക്കമോ അഭിപ്രായ വ്യത്യാസമോ അവകാശവാദങ്ങളോ ഒക്കെ BJPയിൽ ഉണ്ടായി. ഏറ്റവും അവസാനം BJPയിൽ ശബരിമല സമരത്തിൻ്റെ പ്രതീകമായ കെ സുരേന്ദ്രൻ തന്നെ ആ സീറ്റ് കിട്ടി. നമുക്ക് ഇത് കേരളത്തിൽ ശബരിമല പ്രശ്നം ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് വളരെ ശക്തമായി ഉള്ളത് എന്ന് ഒന്ന് പരിശോധിക്കാം. പ്രധാനമായും തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടാകും, ആറ്റിങ്ങൽ, കൊല്ലം. മറ്റൊന്ന് ഏറ്റവും പ്രധാനമായി ഈ നമ്മൾ പറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ്, അത് പത്തനംതിട്ട മണ്ഡലത്തിലുണ്ടാകും. പിന്നെ വരുന്ന ഒരു സ്ഥലം പാലക്കാടാണ്. പാലക്കാടിനൊപ്പം തൃശ്ശൂരും ശബരിമല പ്രശ്നം വളരെ സജീവമായി BJP ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇത് തൃശ്ശൂരാണ്, പാലക്കാട്, മറ്റ് ഉള്ളത് തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളാണ്. അതിൽ ഒന്ന് പത്തനംതിട്ട, കൊല്ലം, ആറ്റിങ്ങൽ, തിരുവനന്തപുരം. ഈ മണ്ഡലങ്ങളിലാണ് പ്രധാനമായും ശബരിമല പ്രശ്നം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് വോട്ടാക്കി മാറ്റാൻ വേണ്ടി BJP ആണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളെയോ അല്ലെങ്കിൽ അവർ വെച്ചിട്ടുള്ള നിയന്ത്രണങ്ങളെയോ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ശബരിമല പ്രശ്നം ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റിയത്. അവർ വളരെ ശക്തമായി ഉന്നയിക്കുന്ന മണ്ഡലങ്ങൾ ഇതൊക്കെയാണ്. അവിടെ കഴിഞ്ഞ തവണ LDF 3 UDF 3 വിജയിച്ചിട്ടുള്ളത്. ശരി രാജീവ്, ഏതായാലും പത്തനംതിട്ട വളരെ നിർണായകമാണ്. ഓരോ മേഖലയിലും ഏതൊക്കെ മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനമാകുമെന്ന് പറയുമ്പോൾ പത്തനംതിട്ട അടിമുടി ഈ വിഷയത്തിൻ്റെ ഒരു വലിയ സ്വാധീനത്തിലാണ്. ക്രൈസ്തവ വോട്ടുകളുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ശബരിമലയുടെ. നിശ്ചയമായും പത്തനംതിട്ടയിൽ നിന്ന് നേരെ വടക്കോട്ട് രാഷ്ട്രീയ കേരളം പ്രചരണ കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു മണ്ഡലം ഏത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അല്ലേ? വടകര. തീർച്ചയായും കേരളത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലം, അത് അങ്ങനെ തന്നെയാണ് വടകരയെ വിശേഷിപ്പിക്കേണ്ടത്. ഒരു കടത്തനാടൻ പോരാട്ടമാണ്. കടത്തനാടൻ ഫൈറ്റിനപ്പുറത്തേക്കുള്ള ഒരു പോരാട്ടം നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വട്ടിയൂർക്കാവ് വിട്ട് മുരളീധരൻ എത്തുന്നു. ഈ വടകരയിലെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത്തവണ വടകരയിൽ കഴിഞ്ഞ തവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചു, വളരെ ചെറിയ 3306 വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലം. ഇത്തവണത്തെ സ്ഥാനാർത്ഥി നോക്കിക്കഴിഞ്ഞാൽ കെ മുരളീധരൻ എത്തുന്നു. ഇവിടുന്ന് MLA ആണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദം മാറ്റി പി ജയരാജൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒരുപക്ഷെ പ്രചരണത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ജയരാജനും CPM-നും ഇടതുമുന്നണിക്കും അത് ശക്തമായി നിലനിർത്താനായി മുരളീധരന്റെ വരവാണ് യഥാർത്ഥത്തിൽ ഐക്യമുന്നണിക്ക് മറ്റൊരു ഊർജ്ജം. തീർച്ചയായും വലിയൊരു റിസ്ക്കാണ് CPM ഇവിടെ എടുത്തത്. ഈ പി ജയരാജനെ മത്സരരംഗത്ത് കൊണ്ടുവരുമ്പോൾ തീർച്ചയായും CPM-ന് അറിയാം അക്രമ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ തെരഞ്ഞെടുപ്പ് വിഷയമാകുമെന്ന്. അത് മറികടക്കാമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. VK സജീവൻ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോഴാണ് കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ദുർബലരായ സ്ഥാനാർത്ഥികളെ BJP ഇറക്കുന്നു എന്ന്. അക്കമിട്ട് നിരത്തിയതിൽ ഒന്ന് വടകരയായിരുന്നു. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി BJP RSS വോട്ടുകൾ പരമാവധിയിൽ എത്തിക്കാൻ കഴിഞ്ഞ തവണത്തേക്കാൾ മുന്നോട്ട് പോകാൻ വടകരയിൽ എത്രമാത്രം അവർക്ക് കഴിയും? അത് ഐക്യമുന്നണിയിലേക്ക് പോകുമോ? പഴയ കൊലീബി എന്ന CPM-ന്റെ ജയരാജനെതിരെയുള്ള വികാരം, പി ജയരാജനെതിരെയുള്ള വികാരത്തിൽ BJP RSS പ്രവർത്തകർ
എന്തു ചെയ്യും? അവർ അവരുടെ വോട്ട് അവരുടെ പെട്ടിയിൽ തന്നെ ഇടുമോ, അതോ ആ വോട്ടുകൾ അവർ UDF-ലേക്ക് മറിക്കുമോ എന്നുള്ള ചോദ്യം അവിടെയാണ് ഈ പറഞ്ഞ ഘടകങ്ങൾക്കൊപ്പം എക്സ് ഫാക്ടറിൽ RMP ഫാക്ടർ, കഴിഞ്ഞ തവണ അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന RMP ഫാക്ടർ ഇത്തവണയും വർക്കൗട്ട് ആകുമോ എന്ന പ്രശ്നം. സോഷ്യലിസ്റ്റ് വോട്ടുകൾ, വീരേന്ദ്രകുമാറിന്റെയും മകന്റെയും ആ പാർട്ടിയുടെയും വരവ് ഇടതുമുന്നണിക്ക്. സോഷ്യലിസ്റ്റ് വോട്ടുകൾ മുഴുവൻ ഇത്തവണ പക്ഷേ മനേത്തി ചന്ദ്രനും കൂട്ടരും മാറി നിൽക്കുകയാണെന്ന്, അല്ലെങ്കിൽ അവരുടെ ആ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റ് വോട്ടുകൾ മുഴുവൻ വീഴും എന്ന് LDF-ന് ലഭിക്കുമെന്ന് ഇതിൽ രാജീവ്, നമ്മൾ ഈ പല വിഷയങ്ങൾ ഉന്നയിച്ചതിൽ ഒന്ന് ഇനി ഗൗരവമായി കാണേണ്ടത് ന്യൂനപക്ഷ വോട്ടുകൾ എവിടേക്ക് എങ്ങനെ കേന്ദ്രീകരിക്കപ്പെടുമെന്നതാണ്. ഇരു മുന്നണികളും വളരെ ശ്രദ്ധയോടെ നോക്കുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി തങ്ങൾക്കൊപ്പം കൂട്ടുക എന്നതിലല്ലേ? ശരത്, ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഫലത്തെ, അതായത് UDF-ന് എത്ര, LDF-ന് എത്ര, NDA-ക്ക് എത്ര എന്നുള്ള കാര്യത്തിൽ ഏറ്റവും നിർണായകമായി വരുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ, അതിൽ തന്നെ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകളാണ്. വടകരയുടെ കാര്യം പറയുമ്പോൾ അത് പ്രത്യേകം എടുത്തു തന്നെ പറയണം. നമുക്ക് കേരളത്തിൽ അത്തരത്തിലുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. മുസ്ലിം വിഭാഗത്തിൽ തന്നെ രണ്ട് രീതിയിലുണ്ട്. 20% മുസ്ലിം വിഭാഗം ഉള്ള മണ്ഡലങ്ങൾ എത്ര എന്നുള്ളത് അത് വളരെ വ്യക്തമാണ്. മലബാറിലെ എല്ലാ മണ്ഡലങ്ങളും, വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങൾ എല്ലാം തന്നെ, കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, പൊന്നാനി, മലപ്പുറം, അതുപോലെ തന്നെ പാലക്കാട്, ഈ ജില്ലകൾ, ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ 20% മുസ്ലിം ജനവിഭാഗമുള്ള മണ്ഡലങ്ങളാണ്. പിന്നീട് വരുന്നത് കൊല്ലം ആണ്. തെക്കൻ കേരളത്തിൽ ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രമേ 20% മുസ്ലിങ്ങൾ വരുന്നുള്ളൂ, അത് കൊല്ലം മണ്ഡലമാണ്. ബാക്കി ഇങ്ങോട്ടുള്ള മലബാർ മണ്ഡലങ്ങളിലാണ് 20% മുസ്ലിങ്ങൾ ഉള്ളത്. അത് കഴിഞ്ഞ തവണത്തെ ഫലം നോക്കുമ്പോൾ UDF 6 മണ്ഡലങ്ങളിൽ വിജയിച്ചു, LDF വെറും 3 മണ്ഡലങ്ങളിൽ മാത്രമേ വിജയിച്ചുള്ളൂ. കഴിഞ്ഞ തവണത്തിൽ നിന്നും മെച്ചമായ ഒരു സ്ഥിതി LDF-നുണ്ടോ, അത് നില മെച്ചപ്പെടുത്താൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ടുകൾ വളരെ നിർണായകമാകുന്നു. ഇനി പെട്ടെന്ന് നമുക്ക് ഒരു കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. 40% മുസ്ലിങ്ങൾ ഉള്ള മണ്ഡലം ഉണ്ടോ എന്നുള്ളതാണ്, കേരളത്തിലുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ 4 മണ്ഡലങ്ങളാണ് അത്തരത്തിൽ വരുന്നത്. മലബാർ മേഖലയിലെ 4 മണ്ഡലങ്ങൾ, ഇതാണ് 4 മണ്ഡലങ്ങൾ. ഇത് വയനാടാണ്, ഇത് കോഴിക്കോടാണ്, ഇത് രണ്ടും പൊന്നാനിയും മലപ്പുറവും. ഇതിൽ 4 കഴിഞ്ഞ തവണ UDF വിജയിച്ചു. 4 സീറ്റുകളും UDF വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് മുസ്ലിം വോട്ടുകൾ വളരെ നിർണായകമായിരിക്കും. ഏതായാലും രാജീവും മാജിക് വോളും ന്യൂനപക്ഷ വോട്ടുകളെ സംബന്ധിച്ച ഒരു വലിയ ധാരണ കേരളത്തിലെ മുന്നണികൾക്ക് പകരുന്നതിനടക്കം ഒരു വലിയ നിലയിലാണ് ആ ക്ലാസ് ഇപ്പോൾ പൂർത്തീകരിക്കിയത്. ഏതായാലും ലോകമെമ്പാടുമുള്ള മലയാളികൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. തിരുവനന്തപുരത്ത് ആര് ജയിക്കും, അല്ലേ ശരത്? അവിടെ എവിടെ പോയാലും ശ്രീലാലി കേൾക്കുന്ന ഒരു ചോദ്യം. ഇന്നലെ ശരത്തിന്റെ മണ്ഡലത്തിൽ തുടങ്ങി, ആലപ്പുഴ തുടങ്ങി, ഇന്ന് എൻ്റെ മണ്ഡലത്തിൽ അവസാനിപ്പിക്കുന്നു. തീർച്ചയായും തിരുവനന്തപുരത്ത് ആര് ജയിക്കുമെന്ന് തന്നെയാണ് ഒരു ഏറ്റവും വലിയ ചോദ്യം വരുന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് എവിടെ പോയാലും തിരുവനന്തപുരത്ത് ആര് ജയിക്കും, അത് തന്നെയാണ് ചോദ്യം. അത് ശശി തരൂർ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക്, അതുകൊണ്ട് മാത്രവുമല്ല അതൊരു വലിയ ഘടകമാണ്. BJP-യുടെ ഒരു ജയിക്കാമെന്ന് അവരുടെ വലിയ പക്ഷേ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ അത് തരൂർ എന്നുള്ള ഫാക്ടർ വളരെ വലുതാണ്. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ തീർച്ചയായും BJP-യുടെ സ്ഥാനാർത്ഥിത്വം വലിയൊരു ഘടകം തന്നെയാണ്. 15470 കഴിഞ്ഞ തവണ ഏറ്റവും അവസാനം വിജയം പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിലൊന്നാണ്. ലീഡ് മാറി മറിഞ്ഞു വന്ന് ഏറ്റവും അവസാനത്തെ റൗണ്ടുകളിൽ അടുപ്പിച്ചു മാത്രമാണ് ഈ പറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് തരൂരിന് എത്താനായത്. അതുതന്നെയാണ് BJP-യുടെ ഇത്തവണത്തെയും വലിയ പ്രതീക്ഷ. പക്ഷേ പഴയ കണക്കുകളെ മാറ്റി ഒരു പോരിന്, രാഷ്ട്രീയ പോരിന് തന്നെ നിൽക്കുന്ന ഇടതുമുന്നണിയെ വിസ്മരിക്കാനുമാകും. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 7 മണ്ഡലങ്ങളുള്ളതിൽ 4 മണ്ഡലങ്ങളിൽ വിജയിച്ച സ്ഥാനാർത്ഥി തോക്കുകയും 3 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷമുള്ള സ്ഥാനാർത്ഥി വിജയിക്കുകയും BJP നഗരമണ്ഡലങ്ങളിലടക്കം 4 ലീഡ് ചെയ്തിട്ടും പരാജയപ്പെട്ടു. പക്ഷേ തീര മണ്ഡലങ്ങൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ശശി തരൂർ ഇത്തവണ ആ തീരമണ്ഡലങ്ങൾ ശശി തരൂരിനോടൊപ്പം നിൽക്കുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് ശക്തമായ ത്രികോണ മത്സരത്തിന്റെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ചിത്രം പ്രേക്ഷകർക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത്. ശശി തരൂർ, മുൻമന്ത്രി, CPI-യുടെ മുതിർന്ന നേതാവ്, ഇടതുമുന്നണി രംഗത്തിറക്കിയ C. ദിവാകരൻ, ഒപ്പം കുമ്മനം രാജശേഖരൻ. ഈ നിലയിൽ ആണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തിൻ്റെ ശക്തമായ ത്രികോണ പോരാട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കുമെന്ന ഏറ്റവും വലിയ ചോദ്യം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അവിടെ നിന്ന് വളരെ വേഗത്തിൽ തിരുവനന്തപുരത്തിൻ്റെ ഫാക്ടേഴ്സിലേക്ക് പോയാൽ ശ്രീലാൽ, നേരത്തെ പറഞ്ഞ നഗരമണ്ഡലങ്ങൾ, കഴിഞ്ഞ തവണ BJP-ക്കൊപ്പം നിന്ന 4 നഗരമണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിലെ BJP-യുടെ സ്വാധീനവും ഭൂരിപക്ഷവും കൂട്ടാനാകുമോ?
ഗ്രാമീണ വോട്ടുകൾ തരൂരിനൊപ്പം വരുമോ? ആ നഗരമണ്ഡലങ്ങളെ മറികടന്ന ഗ്രാമീണ വോട്ടുകൾ ഇത്തവണ കോവളമടക്കമുള്ള പാറശാല സാമുദായിക വോട്ടുകൾ, ഈ ഹൈന്ദവ വോട്ടുകൾ എവിടേക്ക് മാറും? കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് എത്രമാത്രം ഉണ്ടാകും? മറ്റ് ഹൈന്ദവ വോട്ടുകൾ കൂടുതലായി ഇടതുമുന്നണിക്ക് അതുപോലെ തന്നെ പ്രധാനമാണ് കോസ്റ്റൽ മേഖലയിലെ വോട്ടുകൾ, തീരമേഖലയിലെ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേതായാലും രാജീവിനോട് അതേക്കുറിച്ച് ചോദിക്കാം, കണക്കുകൾ സഹിതം ചോദിക്കാം. രാജീവ്, ഈ പറഞ്ഞ എക്സ് ഫാക്ടറുകളിൽ ഇപ്പോൾ ശ്രീലാൽ അവസാനം പറഞ്ഞ തീരദേശ മേഖല ഇത്തവണ തിരുവനന്തപുരത്ത് എങ്ങനെ എല്ലാവരും കൂട്ടിക്കിഴിച്ചു നോക്കുന്നതാവില്ലേ? ഇടതുമുന്നണി ആയാലും UDF ആയാലും BJP ആയാലും. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, പൊതുവിലുമുണ്ട്. അതും കൂടെ ചേർത്ത് പൊതുവിൽ നോക്കാം ശരത്, പൊതുവിൽ തന്നെ നോക്കാം. അതിൽ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കോസ്റ്റൽ വോട്ട്, തീരദേശ മേഖലയിലെ വോട്ടുകൾ ആ ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് ശശി തരൂരിന് രാജഗോപാലിന് മേൽ ഒരു ആധിപത്യം നേടാനും വിജയിക്കാനും കഴിഞ്ഞത്. നമുക്ക് ഈ കേരളത്തിന്റെ തീരദേശ മേഖലയിലെ ഏതൊക്കെ മണ്ഡലങ്ങൾ ആണ് പ്രധാനമായും തീരദേശ വോട്ടുകൾക്ക് ഈ മേഖലയിലുള്ള വോട്ടുകൾ നിർണായകമായി വരുന്നത് എന്നുള്ളത് നോക്കാം. പെട്ടെന്ന് അനുമോളിൽ രാജീവ് കോസ്റ്റൽ വോട്ട്സ് കിട്ടി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ. ഇതിപ്പോ പ്രധാനമായും തിരുവനന്തപുരം, അതുപോലെ തന്നെ ആറ്റിങ്ങൽ, കൊല്ലം, വളരെ ദീർഘമായ തീരദേശമുള്ള ഈ ആലപ്പുഴ, പിന്നീട് എറണാകുളം, തൃശ്ശൂർ, ഇവിടെ നിന്ന് പൊന്നാനി, പിന്നെ വരുന്നത് കോഴിക്കോട്. ഇത്രയുമാണ് തീരദേശ മേഖലയിൽ അതല്ലെങ്കിൽ തീരദേശത്ത് വസിക്കുന്നവർക്ക് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ എന്ന് പറയാം. അതിൽ കഴിഞ്ഞ തവണ നോക്കിക്കഴിഞ്ഞാൽ UDF 6 സീറ്റുകൾ വിജയിച്ചു, LDF 2 സീറ്റുകൾ വിജയിച്ചു. ഇതാണ് ഒരു കാര്യം. ഇവിടെ നമ്മൾ വിട്ടുപോയ ഒരു കാര്യം കൊണ്ട് അത് പെട്ടെന്ന് ഒന്ന് പറയാം. അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ ഏതാണ് എന്ന് കൂടി നോക്കാം. നേരത്തെ മുസ്ലിം വിഭാഗത്തിന് സ്വാധീനമുള്ളത് വടക്കൻ കേരളമായിരുന്നുവെങ്കിൽ ഇത് മധ്യ കേരളത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ മധ്യ തിരുവിതാംകൂർ എന്നൊക്കെ പറയുന്ന ഈ മേഖലയിലാണ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് 20% അധികം അല്ലെങ്കിൽ അവരുടെ ജനസംഖ്യയുള്ള മണ്ഡലങ്ങൾ വരുന്നത്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വയനാട്ടിൽ മാത്രമാണ് മലബാറിൽ വരുന്നത്. തിരുവനന്തപുരത്തുമുണ്ട് 20%-ലധികം ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുള്ള മണ്ഡലം. അവിടെയും കഴിഞ്ഞ തവണത്തെ ഫലം നോക്കിക്കഴിഞ്ഞാൽ UDF-നാണ് മേൽക്കൈ ലഭിച്ചിരിക്കുന്നത്. UDF 6 സീറ്റ്, അതേഴ്സ് 2 സീറ്റ്, അത് രണ്ടും LDF ആണ്. അതിനോടൊപ്പം തന്നെ ഒരെണ്ണം LDF-ന് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും സ്വതന്ത്രന്മാരാണ്. 6-3 എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെ അവസ്ഥ. അതുപോലെ തന്നെ ഇത്തവണയും ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായിരിക്കും. നിശ്ചയമായും തീരമേഖല വളരെ നിർണായകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൻ്റെ സമ്പന്നമായ തീരമേഖല രാഷ്ട്രീയമായി കൂടി എങ്ങനെ വിധിയെഴുതും എന്നത് ഈ സ്ഥാനാർത്ഥികളുടെ അടക്കം തിരുവനന്തപുരത്ത് വളരെ നിർണായകമാണ്. നിശ്ചയമായും മറ്റ് മണ്ഡലങ്ങളിലും വളരെ നിർണായകമാണ്. ശശി തരൂർ, സി ദിവാകരൻ, കുമ്മനം രാജശേഖരൻ ഈ മണ്ഡലത്തിൽ വളരെ നിർണായകമായിരിക്കും. തീർച്ചയായും തീരമേഖലയുടെ ചായ്വ് എങ്ങോട്ട് എന്ന നിലയിൽ സർക്കാരിൻ്റെ തീരമേഖലയിലെ പ്രവർത്തനങ്ങൾ വോട്ടാകും എന്നാണ് ഇടതുമുന്നണിയുടെ ഒരാലോചന. ക്രൈസ്തവ മേഖല ധ്രുവീകരിക്കപ്പെടുന്നത് എങ്ങനെ എന്നത് നോക്കിയിരിക്കുകയാണ് തരൂർ. തിരുവനന്തപുരത്ത് തീരമേഖലയിൽ ശശി തരൂരിനും ഒരു ഗുണകരമായ ഓഖി വന്നപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിന്റെ ഇടപെടൽ, അതുകൊണ്ട് തന്നെ BJP-ക്കും ആ തീരമേഖലയിൽ കിട്ടാവുന്ന സമാഹരിക്കുക എന്നുള്ളതാണ് നിർമ്മല സീതാരാമൻ ഇവിടെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തത്. ഇങ്ങനെ തീരമേഖല ലക്ഷ്യമിട്ട് എല്ലാവരും തിരുവനന്തപുരത്ത് ലക്ഷ്യമിടുന്നുണ്ട്. കിട്ടാവുന്ന വോട്ടുകൾ പിടിക്കാൻ BJP, പഴയ വോട്ടുകൾ ഉറപ്പാക്കാൻ കോൺഗ്രസ്. നാളെ AK ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും തീരമേഖലയിൽ കോൺഗ്രസ് ഇറക്കുന്നുണ്ട്, റോഡ് ഷോ നടത്തുന്നുണ്ട്. രാവിലെ ഉമ്മൻചാണ്ടിയും ഉച്ചയ്ക്ക് ശേഷം AK ആന്റണിയും എത്തുന്നു. ഇങ്ങനെ പരമാവധി വോട്ടുകൾ തീരമേഖലയിലും അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലയിൽ പിടിക്കുക. ഒപ്പം നഗരമേഖലകളിൽ ഇല്ലാതിരുന്ന സ്വാധീനത്തിലേക്ക് അല്ലെങ്കിൽ LDF-ഉം UDF-ഉം രണ്ടുപേരും അവർക്ക് നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് തിരുവനന്തപുരത്ത്. ഏതായാലും തിരുവനന്തപുരത്ത് അവസാനിക്കുകയാണ് 20 മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ഈ സൂക്ഷ്മമായ വിലയിരുത്തലുകൾ, നിർണായകമായ ഘടകങ്ങൾ. അതൊക്കെ എങ്ങനെയാകും ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാരെ സ്വാധീനിക്കുക എന്നതാണ് ഇന്നലെയും ഇന്നുമായി സൂക്ഷ്മമായി വിലയിരുത്തിയത്. നാളെയും ഇതിൻ്റെ തുടർച്ചയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ആവേശവും പ്രേക്ഷകരിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള സൂക്ഷ്മമായ വിലയിരുത്തലുകൾ, വിവരങ്ങൾ സഹിതമുള്ള ഒരു ഇടപെടലാണ് ന്യൂസ് 18 കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി കേരളം ബൂത്തിലേക്ക് എന്ന ഈ ബൃഹത്തായ പരിപാടിയുമായി സഹകരിച്ചത്. താങ്ക് യു.